എവിടെ പോയി ഇപ്പൊ ദൈവമൊക്കെ? ദൈവത്തിന് ഇപ്പൊ ഇതൊന്നും കണ്ടില്ലേ? ആരെങ്കിലും ചെയ്ത തെറ്റിന് ഈ പാപത്തിന് ഈ പാപങ്ങളായ മനുഷ്യരെയല്ലേ ദൈവം ശിക്ഷിക്കുന്നത്? ദൈവത്തിന്റെ കാരുണ്യൊക്കെ എവിടെ പോയി? അതൊരു പുസ്തകം. ഭൂമിയോട് സമാനമായിട്ട് അന്തരീക്ഷമുള്ള ഓരോ സൗരയൂഥത്തിലുണ്ട്. ഇപ്പൊ നമ്മളുടെ സൗരയൂഥം ഉള്ള ഗാലക്സി, ആ ഗാലക്സി അനേകം സൗരയൂഥങ്ങളുണ്ട്. നമ്മുടെ ഭൂമി സൂര്യനിൽ നിന്നും പ്രത്യേക ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഭൂമി ഇരിക്കുന്നത്. ഈ ഭൂമിയിൽ അല്ലാഹു തആല ഇതിനാ ഡിസ്റ്റൻസിൽ വെച്ചു അവിടെ ജന്തു ജീവജാലങ്ങൾക്ക് മനുഷ്യർക്കൊക്കെ താമസിക്കാനുള്ള പ്രത്യേക അന്തരീക്ഷം ഉണ്ടായി. ഇതേപോലെ ഓരോ സൗരയൂഥങ്ങളും ഇതേപോലെ ഭൂമി ഉണ്ടാവില്ല ഈ ഡിസ്റ്റൻസിലുള്ള. അവിടെ മനുഷ്യർ തന്നെ ഉണ്ടായിക്കൂടെ? അതിലൊന്നും ഖുറാനെതിരൊന്നുമല്ല മനുഷ്യർ ഉണ്ടാവില്ല എന്നൊന്നും ഖുറാനിൽ നോക്കിയാലും ഹദീസിൽ നോക്കിയാലും കിട്ടൂല. എത്ര ഭൂമികളുണ്ട് ഒരു ഗാലക്സിയിൽ ഉണ്ടാക്കി നടക്കുക. എന്നിട്ട് പറയാം കാരുണ്യോടെ പോയി. കാരുണ്യം നിങ്ങൾക്കില്ലാത്തത്. ദൈവത്തിന് കാരുണ്യമൊക്കെ ഉണ്ട്. ദൈവേ നിങ്ങളോട് മാത്രമല്ല കാരുണ്യം, മൃഗങ്ങളോട് കാരുണ്യവാനാണ്, ഉറുമ്പിനോട് കാരുണ്യവാനാണ്, പറവകളോട് എല്ലാ ജീവിയും ദൈവത്തിന് ഒരേപോലെ തന്നെയാണ്. ആവാമെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ കുറഞ്ഞ വിജ്ഞാനം നമുക്ക് തന്നിട്ടുള്ളൂ. ആകെ 25 അമ്പിയാക്കൾ, 1,24,000 25 അമ്പിയാക്കളുടെ പേരെ നമ്മുടെ മുന്നിൽ വിവരിക്കപ്പെട്ടിട്ടുള്ളൂ. ഇതിനിടയിൽ എന്താ അങ്ങനെ അങ്ങോട്ട് തുറ്റായിട്ട് അമ്പിയാക്കൾ ഒരു ജനതയെ കണ്ടാക്കാൻ ഒരു 500 വർഷത്തിന് ശേഷം 1000 വർഷത്തിന് ശേഷമൊക്കെ ഒരു നബി വരുന്നത്. ഇന്നത്തെ അത്രയും ജനറേഷൻ അന്നില്ല. പല ഭൂമിയുടെ ഭാഗങ്ങളും ആരുമില്ല. എല്ലായിടത്തും നബിമാനം ഇങ്ങനെ ആയിട്ട് അങ്ങനൊന്നല്ല. കുറെ ചിന്തിക്കേണ്ടതുണ്ട്. പക്ഷെ അത് പല അല്ലാഹു തആലക്ക് ഇഷ്ടംപോലെ സൃഷ്ടികളുണ്ട്. മനസ്സിലാവുണ്ടാ? നമ്മളെക്കാൾ ഈ മനുഷ്യന്മാർ, ഈ മനുഷ്യവർഗം ആദ്യനബിയുടെ കാലം മുതലുണ്ട് കൂട്ടിക്കോളും. അതിനേക്കാൾ ഭീമാകാരായ മനുഷ്യവർഗത്തെ ഇതിന് മുന്നേ സൃഷ്ടിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ അല്ലാഹുവാണ് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് അമ്പിയാക്കൾ മുന്നേയും വന്നിട്ട് 1,24,000 അമ്പിയാക്കൾ മനുഷ്യകുലത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ മനുഷ്യകുലം എവിടെ? മിഅ്റാജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പോയില്ലേ? السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا نبينا ومولانا محمد وعلى آله وصحبه وسلم. എനിക്കേറ്റവും പ്രിയം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, ഏവരെയും ആനന്ദതീരത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, വിഷമകരമായ ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിൽ നിന്നും പല സഹോദരന്മാരും സഹോദരികളും കൊച്ചനുജന്മാരും അനുജത്തിമാരും കുഞ്ഞുകുട്ടികളും എല്ലാം ഉരുൾപൊട്ടലിന്റെ ആ വിപത്തിൽ നമ്മളിൽ നിന്നും മറഞ്ഞുപോയ ഈ സന്ദർഭത്തിൽ നമ്മളെല്ലാവരും നമുക്ക് കഴിയുന്ന വിധത്തിൽ അവർക്ക് വേണ്ടിയിട്ട് സാന്ത്വനവും കൈകോർക്കലുമായി കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് വേണ്ടി വിരിച്ചുകൊണ്ട് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭമാണ്. ഇവിടെ മറ്റൊരു വിഷയമുള്ളത്, ഇങ്ങനെയുള്ള ഈ സന്ദർഭത്തിലും ജനങ്ങളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന യുക്തിവാദികളെ പോലെയുള്ള, നിരീശ്വരവാദികളെ പോലെയുള്ള ആളുകൾ ഒരു ഭാഗത്ത് സമാധാനത്തോടെ ഇരുന്നു കൊണ്ട് അവരുടെ കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളെ അതിൽ നിന്നും, ആ വിശ്വാസത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ഒരു പ്രവണത നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്കൊരു ഉണർത്തൽ എന്നുള്ള നിലക്കാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. അതായത് കുഞ്ഞു പൈതങ്ങളിലേക്ക് വരെ അവർ വിഷം കുത്തിവെക്കുകയും അവരെ കൊണ്ടുപോലും പറയിപ്പിക്കുന്ന ഒരവസ്ഥ. അതായത് അവർക്ക് ആകെ ദേഷ്യം ദൈവത്തോടാണ്, അള്ളാഹുവിനോടാണ്. പലപ്പോഴും നമ്മള് റിപ്പോർട്ടർ ചാനലായാലും ഏഷ്യാനെറ്റ് ചാനലായാലും ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊക്കെ അതിൽ വരെ അവരിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവരുടെ വിഷം ചീറ്റുന്നത് കാണാൻ സാധിക്കും. എന്നാൽ വളരെ ബുദ്ധിശൂന്യമായ സംസാരങ്ങളാണ് അവർ സംസാരിക്കുന്നത്. മറ്റൊരു വിഷം അത് അവർക്ക് മാത്രം തിരിയില്ല. മറ്റു സോഷ്യൽ മീഡിയയിലൊക്കെ അവരിത് കാണാൻ സാധിക്കും. അടുത്ത് കാണാൻ ഒരു രസകരമായ ഒരു പോസ്റ്റ് കാണാൻ സാധിച്ചു. ഒരു ചെറിയ കുഞ്ഞിനെ കൊണ്ട് സംസാരിപ്പിക്കുന്ന വ്യക്തി, ആ കുഞ്ഞ്
തന്റെ മുതിർന്ന ആളോട് ചോദിക്കുകയാണ്, അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛ, ദൈവം എന്തേ ആരെയും രക്ഷിക്കാത്തത്? എന്നിട്ട് ആ പോസ്റ്റ്, ഫേസ്ബുക്ക് പോസ്റ്റിന് മുകളിൽ എഴുതിയിരിക്കുകയാണ്, കണ്ടില്ലേ, ചെറിയ കുഞ്ഞുങ്ങൾ പോലും ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. അതായത് ഈ ദൈവത്തെ കുറ്റം പറയാൻ തുടങ്ങി. സന്തോഷത്തോടെ പോസ്റ്റ് ഇടാൻ. അതുപോലെ തന്നെ പലരും പറയുന്നു പോലും ഉണ്ട്, എന്തിനാണ് ദൈവം ഞങ്ങളെ മാത്രമായിട്ട് ഇങ്ങനെ, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ദൈവം ഞങ്ങളെ ശിക്ഷിച്ചിരിക്കുന്നത്? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്ത്, ഞങ്ങൾ അധ്വാനിച്ച് ചോര തീരാക്കി വിയർപ്പ് കുടിച്ചുണ്ടാക്കിയ ഞങ്ങളെ വീടുകളാണ്, ഞങ്ങളിപ്പോ കുടുംബങ്ങൾ ആരുമില്ല, ഞങ്ങൾ ഒറ്റപ്പെട്ടു എന്ന് പറയുന്നത്. എന്നിട്ട് ദൈവത്തെയാണ് എല്ലാവർക്കും പഴി പറയാനുള്ളത്. അവരുടെ വിഷമങ്ങളാണ്, അവരെ നമ്മള് കുറ്റപ്പെടുത്തല്ല, അവരുടെ വിഷമങ്ങളാണ് പറഞ്ഞു വരുന്നത്. പക്ഷെ അവിടെ അത് മിസ്യൂസ് ചെയ്യുന്ന കുറച്ച് ആളുകൾ അപ്പുറമുണ്ട്. അവരാണ് നമ്മളുടെ ഇന്നത്തെ സബ്ജക്റ്റ്. മനസ്സിലാക്കും. അവര് പറയുന്നത് അവരുടെ വിഷമത്തിൽ അവർക്ക് ദൈവത്തെ സംബന്ധിച്ച് വേണ്ട പോലെ അറിവില്ലാത്തത് കൊണ്ടാണ് പറഞ്ഞത്. അല്ലാതെ അവരെ നമ്മളൊന്നും പറയാൻ കഴിയില്ല. കാരണം ഓരോ വിഷമങ്ങൾ എത്തുമ്പോൾ അവർ ഉള്ളിൽ നിന്ന് വരുന്നതായ ഓരോ ചോദ്യങ്ങളാണ്. അതിന് നേരാമണ്ണത്തിൽ ഉത്തരം കൊടുക്കൽ അതിന് മുന്നിലുള്ള ആൾക്കാരുടെ കടമയാണെന്ന് മാത്രം. പക്ഷെ ആ സന്ദർഭത്തിൽ അവിടെ ചിലപ്പോൾ കൊടുക്കാൻ സാധിച്ചില്ല. മുന്നേ ഉള്ള ദൈവത്തിനെ സംബന്ധിച്ചിട്ടുള്ള അറിവാണ്, ആ അറിവിലുള്ള അപാകതയാണ് അവരെങ്ങനെ പ്രേരിപ്പിച്ചത് പറയുന്നത്. പക്ഷെ അതിനെ മിസ്യൂസ് ചെയ്തുകൊണ്ട് ചില യുക്തിവാദികളും നിരീശ്വരവാദികളും രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതെന്തിനാണ് ഇവിടെ വീഡിയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, അവരുടെ തെറ്റിദ്ധാരണയിൽ പെട്ടുകൊണ്ട് ഉള്ള ഈമാനും കൂടിയും ദൈവവിശ്വാസം പോലും ഇല്ലാതാകുന്ന അവസ്ഥയിലേക്കാരും വരരുത്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഈ വിനീതൻ എത്തിയിട്ടുള്ളത്. എനിക്ക് സാധിക്കുന്നതായ കാര്യങ്ങൾ പറയാമെന്നുള്ള നിലയിൽ. അതുപോലെ തന്നെ ചില ആളുകള്, ഇതേപോലെയുള്ള ആളുകള് ചോദിക്കാറുണ്ട്, പറയുന്നത് കാണാൻ സാധിക്കും, എവിടെ പോയി ഇപ്പൊ ദൈവമൊക്കെ? എവിടെ പോയി ദൈവമൊക്കെ? ദൈവത്തിന് ഇപ്പൊ ഇതൊന്നും കണ്ടില്ലേ? ആരെങ്കിലും ചെയ്ത തെറ്റിന്, ഈ പാപത്തിന്, ഈ പാപങ്ങളായ മനുഷ്യരെയല്ലേ ദൈവം ശിക്ഷിക്കുന്നത്? ദൈവത്തിന്റെ കാരുണ്യൊക്കെ എവിടെ പോയി? അതൊരു ക്വസ്റ്റ്യൻ. ഇങ്ങനെ എന്തെങ്കിലും കിട്ടാൻ കാത്തുക്കാണ് ദൈവത്തിന്റെ മേല് മേക്കേട്ടാൻ വേണ്ടിയിട്ട്. അതായത് ദൈവവിശ്വാസം അബദ്ധജടിലമാണെന്ന് തെളിയിക്കാൻ ഒരു അവസരമായിട്ടാണ് ഇവർ കാണുന്നത്. മറ്റു ചിലർ പറയുന്ന അവസരം എഴുതി വിടുന്ന പോസ്റ്റ് എന്തൊക്കെയാണ്? പോസ്റ്ററുകള്, ഉരുൾപൊട്ടലായി, വെള്ളപ്പൊക്കമായി, ഇപ്പോൾ മതവും ഇല്ല, ഒന്നുമില്ല, ഇവിടെ ക്രിസ്ത്യാനും ഇല്ല, മുസ്ലിമും ഇല്ല, ഹിന്ദുവില്ല, ഒന്നുമില്ല, ഇപ്പൊ എല്ലാവരും മനുഷ്യരായി. ഇനി ഇതെല്ലാം പോയി കഴിഞ്ഞാൽ വീണ്ടും മതം വരും, ക്രിസ്ത്യാനി വരും, മുസ്ലിം വരും, ഹൈന്ദവൻ വരും എന്നൊക്കെ. ഇങ്ങനെയുള്ള കുറെ ബുദ്ധിശൂന്യമായ ചോദ്യങ്ങളുമായിട്ട്, എന്നാൽ ഈ പറയുന്ന ആളുകളെ ഇവരുടെ സംസാരം കേട്ടാൽ വിചാരിക്കും ഇവരാണ് അവിടെ മുൻപന്തിയിലുള്ളത് എന്ന്. ഉരുൾപൊട്ടിയ സന്ദർഭത്തിലും വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴും മറ്റുള്ള എല്ലാ ദുരിതങ്ങൾ ഉണ്ടാകുമ്പോഴും ഇവരാണ് അവിടെ മുന്നിലായിട്ട് പ്രവർത്തിക്കുന്നത് തോന്നിപ്പോകും. മനസ്സിലാവുന്നു? യഥാർത്ഥത്തില് ഇന്ന് ഇവിടെ എവിടെയായാലും കാരുണ്യ പ്രവർത്തനങ്ങൾ, ജീവൻ ത്യജിച്ച് കാരുണ്യ പ്രവർത്തനം നടത്തുന്ന സ്ഥലങ്ങളില് അവിടെയൊക്കെ ഈ മതമുള്ളവരാണ് കൂടുതൽ കാണാൻ സാധിക്കുക. ഇവരുടെ ഒരു അപ്പുറം നിന്നും കണ്ട്, റൂമിലിരുന്നും കണ്ട് ഈ ഇങ്ങനെയൊക്കെ ഓരോ എന്താ പറയാ മിസൈലുകളുന്ന ആളുകളുണ്ടല്ലോ, ഇവരുടെ നേതാക്കന്മാരെ അവിടെ തെരഞ്ഞാൽ കിട്ടൂല. അവർ നേതാക്കന്മാരെ അണികളെയും കിട്ടൂല. കാരണം അവർക്ക് അത്രയധികം ഭയമാണ് മരിക്കാൻ. എന്നാൽ മതം പഠിച്ചവന് മരിക്കാൻ ഭയം ഉണ്ടാവില്ല. കാരുണ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് മതമാണ്. അതുകൊണ്ടാണ് മതമുള്ള ആളുകൾ ഈ മതം പഠിച്ചത് കൊണ്ടാണ് അവരെന്ത് ചെയ്യണത്? അവിടെ ക്രിസ്ത്യാനും ഇല്ല, ഹിന്ദു ഇല്ല, മുസ്ലിമും ഇല്ലാതെ അവിടെ വന്നിട്ട് ഏത് മതവിശ്വാസികളാണെങ്കിലും അവിടെ കാരുണ്യ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ അത് മതം പഠിച്ചത് കൊണ്ടാണ്. എന്നാൽ മതം ശരിയാം വണ്ണത്തിൽ പഠിക്കാതെ മതത്തെ ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗം മതത്തിന്റെ പേരിലുണ്ട്. അവര് ഇങ്ങനത്തെ കാരുണ്യ പ്രവർത്തനത്തിന്റെ സന്ദർഭം വരുമ്പോൾ, ത്യാഗത്തിന്റെ സന്ദർഭം വരുമ്പോൾ അവരവിടെ ഉണ്ടാവില്ല.
അവർ ആ ഭാഗത്തൊന്നും കാണൂല. കാരണം അവർക്കത് സാധ്യമല്ല, അവർക്ക് ചെയ്യാൻ സാധ്യമല്ല. അവർക്ക് അപ്പോൾ മതം നോക്കിക്കൊണ്ടേ അവർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. എന്നാൽ ഇന്ന് അവിടെ ത്യാഗം ചെയ്യുന്നവര്, അവിടെ ത്യാഗം ചെയ്തവര്, അവിടുത്തെ സന്നദ്ധ പ്രവർത്തകര്, അവർ മതം ഉണ്ടായത് കൊണ്ടാണ് അവർക്ക് ആ സ്നേഹം വന്നത്. മതമാണ് മനുഷ്യരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാത്ത അപ്പുറം നിങ്ങാണ്ട് ഇങ്ങനെ വിടും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല അല്ലേ, അല്ലാഹു തആല ദൈവമായ അല്ലാഹു തആല അനുഗ്രഹങ്ങളെ മേൽ അനുഗ്രഹങ്ങൾ മനുഷ്യർക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹങ്ങളെ മേൽ അനുഗ്രഹങ്ങൾ മനുഷ്യർക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയില് ചില പ്രകൃതിക്ഷോഭങ്ങളോ ചില പ്രയാസങ്ങളോ വരുമ്പോൾ മനുഷ്യൻ വേഗം ദൈവം എവിടെ പോയി, ദൈവം ഇതാണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് പറയാൻ തുടങ്ങും. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവൻ ആസ്വദിക്കുന്ന സന്ദർഭത്തിൽ ദൈവത്തെ മറക്കും. അപ്പോ അവൻ ദൈവത്തെ അല്ല പറയുക, അവൻ സ്വന്തത്തിനെ അതിനെ കാണിക്കും. മറ്റുള്ള ഭൗതികമായ വിഭവങ്ങളെ അവൻ കാണിക്കും, ദൈവത്തെ മറക്കും. വല്ല പ്രയാസം വരുമ്പോൾ അത് ദൈവം തന്നതാണ് എന്നും പറയും. ഇതാണ് വിരോധാഭാസം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ അതിലേക്ക് വരാം. ആ കുട്ടി, ആ പാവം, ആ ചെറിയ കുട്ടീനെ കൊണ്ട് പറയിപ്പിക്കും. എന്താണോ നമ്മൾ കുട്ടികൾക്ക് ഇൻപുട്ട് കൊടുത്തത് അത് ആ കുട്ടിയിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് വരും. നമ്മൾ എങ്ങനെയാണ് ആ കുട്ടികൾക്ക് ആ കുട്ടിയുടെ മാതാപിതാക്കൾ എന്തൊരു ഇൻപുട്ടാണ് ആ കുട്ടിന്റെ ഉള്ളിൽ കൊടുത്ത ആശയം എന്താണെന്ന് ആ കുട്ടിയുടെ സംസാരത്തിന് മനസ്സിലാവുന്നുണ്ട്. കാരണം നിഷ്കളങ്കരായ കുട്ടികൾ, അവർക്ക് വേറൊന്നും അറിയില്ല. തന്റെ കൂടെ ഉള്ളവർ പറഞ്ഞു കൊടുത്തത് അറിയുള്ളൂ, തന്നെ മാതാപിതാക്കൾ. അത്രേ ഉള്ളൂ. അവർ കൊടുത്ത ഇൻപുട്ട് അനുസരിച്ച് ആ കുട്ടി പറയുന്നത്. കുട്ടി ഇതൊന്നും വിവരണ്ടായിട്ട് പറയണമെന്നല്ല. കുട്ടി കൊടുക്കണ ഇൻപുട്ട് ദൈവം എന്ന് പറഞ്ഞത് അതാണ്. ദൈവം രക്ഷിക്കാത്ത ആൾ കഷ്ടപ്പെടുത്തുന്ന ഒരാളായി. അപ്പൊ കുട്ടി അത് പറയും ദൈവം, കാരണം രക്ഷിക്കുന്നതൊക്കെ ഈ കാണുന്ന ആളുകളാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നിന്നെ ആരെങ്കിലും ആ ദുരന്ത മുഖത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ദൈവമല്ലാതെ രക്ഷപ്പെടുത്തിയിട്ടില്ല എന്ന് ആ കുട്ടിക്ക് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരാൾ അവിടെ ഇല്ല. ആ ദുരന്തമുഖത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്കറിയാം. അവരുടെ ഓരോ എന്താ പറയാ ലൈവിലുള്ള അവരുടെ സംസാരങ്ങളിൽ കാണാൻ സാധിക്കും. അതിൽ നിന്ന് അവരറിയാതെ പറഞ്ഞു പോകുന്നുണ്ട്. മനസ്സിലാവണ്ട, ദൈവത്തെ വിളിച്ചു, അങ്ങനെ രക്ഷിച്ചതും ആനയിലൂടെ ദൈവം രക്ഷിച്ചതും ദൈവം നേരിട്ട് ഇറങ്ങിയിട്ടൊന്നല്ല രക്ഷിക്കുക, ദൈവം തന്നെയാണ് ആരെയും രക്ഷിച്ചിട്ടുള്ളൂ. പിന്നെ അവിടെ ഉണ്ടായ ആളുകളെ അവർക്ക് ദുരന്തം വിതച്ചതും അവരുടെ വീടുകൾ തകർത്ത് തരിപ്പണമാക്കിയതും ആ പട്ടണങ്ങളെല്ലാം ഇല്ലാതാക്കിയതും അത് ദൈവമല്ലേ എന്ന് ചോദിക്കും. അല്ല എന്നാണ് പറയാനുള്ളത്. ദൈവമല്ല, അത് ശരിക്കും പഠിക്കാതിട്ടാണ്. പരിശുദ്ധ ഖുർആൻ അതൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. മനസ്സിലാവണ്ട, അതൊന്നും വിവരമില്ലാത്തവർ എന്തല്ല വിശ്വാസികൾ. അതാണ് എല്ലാ പ്രാവശ്യവും ഉരുൾപൊട്ടലും ഏതൊക്കെ കാര്യങ്ങൾ വരുന്നു അപ്പോഴൊക്കെ ഇവരിത് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് വിശ്വാസികളിൽ മാറാത്തത് എന്തുകൊണ്ടാ? അവർക്കറിയാം അത് അങ്ങനെയല്ല. അത് നിങ്ങൾക്ക് ഒന്നും അറിയില്ല ദൈവത്തിനെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്. അല്ലാഹു തആലയാണ് ഈ ഭൂമിയെ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചത്. പരിശുദ്ധ ഖുർആൻ പറയേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്ങനെ അള്ളാഹു നമ്മൾക്ക് സൃഷ്ടിച്ച് എല്ലാ വിഭവങ്ങളും ഒരുക്കി തന്നു, എല്ലാം ഒരുക്കി തന്നിട്ട് പറഞ്ഞു അതിലേക്കുള്ള കാര്യങ്ങൾ സന്ദേശമായിട്ട് പ്രവാചകന്മാരെ അയച്ചു. ഇതാ ഇതിനെ ഇങ്ങനെ ഉപയോഗിക്കണോട്ടാ, ഇങ്ങനെ ഉപയോഗിക്കണോട്ടാ, അല്ലെങ്കിൽ പ്രശ്നമാവട്ടോ. ഞാൻ വളരെ സിമ്പിൾ ഉദാഹരണം പറഞ്ഞത്, നമ്മുടെ ഈ ഗ്യാസ് സ്റ്റൗ വാങ്ങും അല്ലെ, അങ്ങനെ നമ്മൾ ഒന്ന് ഇന്ത്യൻ്റെത് വാങ്ങിയാൽ ഭാരത് ഗ്യാസ് വാങ്ങി അവര് വന്നും കണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. അടുപ്പ് ഇങ്ങനെ ഉപയോഗിക്കണം, അടുപ്പ് ഇങ്ങനെ ഉപയോഗിക്കണം, അതിന്റെ സിലിണ്ടർ ഇന്ന സ്ഥലത്ത് വെക്കണം, സിലിണ്ടർ വീട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കരുത്, ഇന്ന സ്ഥലത്ത് വെക്കരുത്, അതിന്റെ ഓസിന് എന്തെങ്കിലും ഇത് വന്നിട്ടുണ്ട് ഉടനെ ഞങ്ങൾ അറിയിക്കണം, ആ സിലിണ്ടർ വെക്കേണ്ട രീതി ഇങ്ങനെയാണ്, അങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നമുണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത്. അത് ശരിക്ക് അതിന്റെ എന്താ പറയാ അതിന്റെ കാറ്റലോഗ് അവർക്ക് അറിയുള്ളൂ, അവരാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരോ കമ്പനിക്കാരും അത് പറയുമ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും ഈ വീട്ടിലുള്ള വീട്ടുടമ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ പാചകം ചെയ്യുന്ന ആൾ കൈകാര്യം ചെയ്യുന്നത്. അവർ കാറ്റലോഗ് പറഞ്ഞു തന്നത് അല്ലെങ്കിൽ അവർ പറഞ്ഞ നിയമങ്ങൾക്ക് എതിരായിട്ട് നമ്മൾ പ്രവർത്തിച്ചിട്ട് അപകടം ഉണ്ടായാല്
ഏതൊരാളും എന്താ പറയുന്നത്, ആ അതിന്റെ ഓണേഴ്സിന്റെ എന്താ പറയാ, ആ കമ്പനിയുടെ ഓണേഴ്സിന്റെ കുറ്റം പറയും. അവര് ചെയ്തത് ശരിയായില്ല, ഇന്ന ഭാരത് ഗ്യാസ് അടച്ചു കൂട്ടണം, അല്ലെ ഇന്ത്യൻ ഗ്യാസ് അടച്ചു കൂട്ടണം. അവിടെ അപകടം വന്ന് ആരും പറയില്ല. കാരണം എന്താ, ഇവര് പറഞ്ഞ നിയമത്തിന് അനുസൃതമായിട്ട് ചെയ്തുക്കണോ നോക്കും. അത് ചെയ്തിട്ടില്ലേ പറയാം, അതാ വീട്ടുകാരെ പ്രശ്നമാണത്. അവരെന്താണ്, അത് സ്റ്റൗവിന്റെ അടുത്ത് തന്നെയാണല്ലോ സിലിണ്ടർ വെച്ചിട്ടുള്ളത്. അവര് പുറത്തു വെക്കാനാണല്ലോ നിയമം. അവരുടെ അശ്രദ്ധയാണ് ആ അപകടം വരുത്തിയെന്ന് പറയും. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ മേൽക്കേറാൻ വരുമ്പോ അവരുടെ ദുരുദ്ദേശം മനസ്സിലാവുന്നുണ്ട്. എന്ത് ദുരുദ്ദേശം, ആർക്കും നഷ്ടം, ദൈവത്തിനൊന്നും വിഷയമില്ല. അല്ലാഹു തആല അത് അതിൻ്റെതായ മട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. സൂറത്തു റൂമിലെ 9-ാമത്തെ ആയത്ത് അല്ലാഹു തആല അതിലൂടെ പറയുന്നത് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവലം യസീറു ഫിൽ അർളി ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം. അവലം യസീറു ഫിൽ അർളി, അവർ ഭൂമിയിൽ സഞ്ചരിക്കുന്നില്ലയോ? ഫയൻദുറു, അങ്ങനെ അവർ കാണട്ടെ. കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം, അവരെക്കാൾ മുന്നേ ഉള്ളവരുടെ അന്ത്യം എങ്ങനെയാണ് ഉണ്ടായത് എന്ന്, ഇവരെക്കാൾ മുന്നേ ജീവിച്ച ആളുകളുടെ അന്ത്യം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് അറിയാൻ വേണ്ടി അവരൊന്ന് ഭൂമിയിലൂടെ സഞ്ചരിച്ചു നോക്കുക. കാനു അശദ്ദ മിൻഹും ഖുവ്വത്തൻ, അവര് ശക്തിയാൽ ഇവരെക്കാൾ ശക്തരായിരുന്നു. വഅസാറുൽ അർള, അവരെന്താ ചെയ്തത്, ഇവരുടെ മുൻഗാമികൾ വരെ മുന്നേ ഉള്ളവർ എന്താ ചെയ്തത്, അവർ ഇവരെക്കാൾ ശക്തിയുള്ളവരായിരുന്നു. വഅസാറുൽ അർള, അവർ ഭൂമിയെ ഉഴുതുമറിച്ചു. അല്ലാഹ് പറയാണ്, അവർ ഭൂമിയെ ഉഴുതുമറിച്ചു. വഅമറുഹ, അവർ എന്നിട്ട് ആ ഭൂമിയിൽ വലിയ വലിയ കെട്ടിടങ്ങൾ പണിതു, അങ്ങനെ അധിവാസം ഉറപ്പിച്ചു. അക്തറ മിമ്മാ അമറുഹ, മനസ്സിലാവുണ്ടോ? ഇവർ കെട്ടിടങ്ങൾ ഉണ്ടാക്കി അധികാരം ഉറപ്പിച്ചതിനേക്കാൾ കൂടുതൽ അധിവാസം അവർ ഉറപ്പിച്ചു. അവർ അവിടെ വസിച്ചു. ഭൂമിയൊക്കെ ഉഴുതു മറിച്ച് കെട്ടിടങ്ങൾ, വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ട് അവരവിടെ അധിവസിക്കാൻ തുടങ്ങി. വജാഅതുഹും റുസുലുഹും ബിൽ ബയ്യിനാത്ത്, വജാഅതുഹും, അവരിലേക്ക് അപ്പോൾ വന്നു. വജാഅതുഹും റുസുലുഹും, അവരിലേക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ദൂതന്മാർ വന്നു, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പ്രവാചകന്മാർ വന്നു. ബിൽ ബയ്യിനാത്ത്, വ്യക്തമായ ദൃഷ്ടാന്തവുമായി തെളിവുകളോട് കൂടി വന്നു. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ വലിയ നാശത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അവർ ചെയ്യുന്ന മോശമായ പ്രവർത്തനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടി പ്രവാചകന്മാർ വന്നു. എന്നിട്ട് പറയാണ് ഖുർആൻ, അങ്ങനെ അവരിലേക്ക് എന്തു വന്നു, വ്യക്തമായ തെളിവോടുകൂടി പ്രവാചകന്മാർ വന്നു. എന്നിട്ട് അവർ അതൊന്നും കേട്ടില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. ഇന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്, അപ്പോൾ അല്ലാഹു തആല അവരെ ഒരിക്കലും എന്തായിട്ടില്ല, അല്ലാഹ് അക്രമം അവരുടെ മേൽ ചെയ്തിട്ടില്ല. വലാകിൻ കാനു അൻഫുസഹും യദ്ലിമൂൻ, പക്ഷേ അവർ അവരുടെ ശരീരങ്ങളുടെ മേൽ, ആത്മാക്കളുടെ മേൽ അവർ തന്നെയാണ് അക്രമം പ്രവർത്തിച്ചത്. പരിശുദ്ധ ഖുർആൻ. കാരണം അല്ലാഹു അദാബ് ഇറക്കി. അല്ലാഹു തആല ഭൂമിയെ സൃഷ്ടിച്ചു. നല്ല മനുഷ്യൻ വസിക്കുന്നതിന്റെ മുന്നേ ഇവിടെ എന്ത് നല്ല ഭൂമിയായിരുന്നു. മുൻഗാമികള് അല്ലെ എത്ര നല്ല രീതിയിൽ ജീവിച്ച ഭൂമിയാണിത്. പിന്നീട് അതിലുള്ള പർവ്വതങ്ങളെ തട്ടിമാറ്റാൻ തുടങ്ങി, ഭൂമി ഉഴുതുമറിക്കാൻ തുടങ്ങി, വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് അഹങ്കാരികളായി മാറി. പ്രവാചകൻ പറയുന്നൊന്നും കേട്ടില്ല. അള്ളാഹു പറഞ്ഞ നിയമങ്ങളൊക്കെ തിരസ്കരിച്ചു. അവസാനം അള്ളാഹു താല അതാബിറക്കി. എന്നിട്ട് അല്ല പറയാണ്, അല്ല അക്രമം ചെയ്ത് അവർ അവരുടെ നെഫ്സുകളുടെ മേലെ അക്രമം ചെയ്തു. കാരണം എന്താ, അവര് പ്രവർത്തിച്ചതിന്റെ പരിണിത ഫലമാണ് അവിടെ കണ്ടത്. അവരങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പ്രവാചകന്മാർ മുന്നറിയിപ്പ് നൽകി. ഇത് തന്നെയാണ് പലയിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ. അള്ളാന്റെ മേത്തേക്ക് മേക്കെട്ട് കയറാൻ നടക്കണ്ട. പ്രവാചകന്മാരിലൂടെ അള്ളാഹു താല എല്ലാം അറിയിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ നമ്മളത് അംഗീകരിക്കില്ല. എന്നാ പോട്ടെ, പ്രവാചകന്മാർ അംഗീകരിക്കാത്തവര് എന്നാ പിന്നെ സയന്റിസ്റ്റ് പറഞ്ഞെങ്കിലും അംഗീകരിച്ചൂടെ? ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാൻ പാടില്ല, നാശാക്കാൻ പാടില്ല. ഭൂമി നാശാക്കുമ്പോൾ അതിൻ്റെതായ കാര്യങ്ങൾ ഉണ്ടായിരിക്കും.
അതിൻ്റെതായ ഷെറുകൾ വരും. ഉദാഹരണമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ചെരിഞ്ഞു നിൽക്കുന്ന ഒരു ഭൂമിയിൽ മുകൾ ഭാഗത്ത് കൃഷി ചെയ്യുന്ന ഒരു വ്യക്തി, ചെരിഞ്ഞു നിൽക്കുന്ന ഭൂമിയാണ്, അതിന് മുകൾ ഭാഗത്ത് കൃഷി ചെയ്യുന്ന ഒരു വ്യക്തി, അദ്ദേഹം അവിടെ വെള്ളം തടഞ്ഞു നിർത്തിയപ്പോൾ പ്രവാചകൻ ഗൗരവപ്പെട്ടു, ദേഷ്യപ്പെട്ട് ശകാരിച്ചു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വെള്ളം അതിന്റെ വഴിക്ക് പോകണം, തടഞ്ഞു വെക്കരുത്, തടഞ്ഞു വെക്കാൻ പാടില്ലെന്ന് പ്രവാചകൻ ഉപദേശിച്ചു. അങ്ങനെ എന്തല്ല നമ്മളിവിടെ ചെയ്യുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ ആരാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞുള്ള എന്തോ ഒരു കഷ്ടപ്പാടാണ് ഞങ്ങളെ മേൽ, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളെ മേൽ ദൈവം ഈ കാട്ടിക്കൂട്ടുന്നത്? അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ, അവർക്ക് അതിൻ്റെതായ ശരിയായിട്ടുള്ള സന്മാർഗം അല്ല കാണിച്ചു കൊടുക്കട്ടെ. യഥാർത്ഥത്തിൽ അള്ളാഹു അല്ല, ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹു ആരെ ആക്രമിച്ചിട്ടില്ല. അള്ളാഹു ഒരു ദരിദ്രരെയും ഒരു പാവപ്പെട്ടവനെയും അള്ളാഹ് ആക്രമിച്ചിട്ടില്ല. പിന്നെ എന്താ ഉണ്ടായത്? അവരക്രമം പ്രവർത്തിച്ചതാണോ? നമ്മൾ അങ്ങനെയും പറയാൻ പറ്റില്ല. ഇവിടെ അങ്ങനെയും പറയാൻ പറ്റില്ല. കാരണം ഇവിടെ അക്രമം പ്രവർത്തിച്ചത് ഇത് ചിലപ്പോ ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് വരാം, വയനാട്ടിലുള്ള ഉരുൾപൊട്ടലിലേക്ക് വരാം. അവിടെയുള്ള ജനങ്ങൾക്ക് ചിലപ്പോൾ ആ വിഷയം അറിയില്ല. പക്ഷേ ഇവിടെയുള്ള ഭൂമിശാസ്ത്രപരമായ സയന്റിസ്റ്റുകളും പല ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വിദ്യാസമ്പന്നരും എല്ലാം പല തവണ ഇത് ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്, ഗവൺമെന്റിനെ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കണ്ട, അത് മാർക്സിസ്റ്റുകാരാണ് പറയുന്നത്, അത് മറ്റോരാ പറയുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയും അല്ല പറയുന്നത്, ഏത് ഗവൺമെന്റ് ആയാലും. ഇവിടെ വയനാട്ടിലുള്ള അവിടേക്ക് എത്ര റിസോർട്ടുകളാണ്, എന്തെല്ലാം കാര്യങ്ങളാണ്. ഓരോ 5 വർഷത്തിലും വരുന്നവരെന്താണ് അതുകൊണ്ട് ഖജനാവിൽക്ക് വല്ലതും ടാക്സ് ആയിട്ടും മറ്റുള്ള വിനോദസഞ്ചാരികൾ വന്നുകൊണ്ട് കിട്ടുന്നതൊക്കെ ഇങ്ങോട്ട് വരട്ടെ എന്നാൽ ഖജനാവ് നടക്കാൻ നോക്കുന്നല്ലാതെ ഈ ബുദ്ധിപൂർവ്വം ഇത് എപ്പോഴും നിലനിൽക്കണം, എന്നാലാ ശരിയാവുള്ളൂ എന്നുള്ള നല്ല ബുദ്ധി വെച്ചുകൊണ്ട് വിവേകത്തോട് കൂടിയിട്ട് ഒരു കാര്യം ചെയ്യാൻ നമ്മുടെ ഗവൺമെന്റ് തയ്യാറാവാണെങ്കിൽ ഇത് വരുമോ? പരിശുദ്ധ ഖുർആൻ പറയാൻ ലഹറൽ ഫസാദ് ഫിൽ ബജ്ജി വൽ ബഹരി, നാശം വെളിവായിരിക്കുന്നു കടലിലും കരയിലും. അതെന്നെ നടന്നുകൊണ്ടിരിക്കും, കടലിലും കരയിലും. ബിമാ കസബത് ഐദിന്നാസ്, ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണത്താൽ. എന്താ ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ച് അള്ള പറയുന്നത് ശരിയല്ല. അള്ളാന്റെ മേത്തേക്ക് പോവാ, അള്ള നല്ലൊരു ഭൂമി തന്നു എന്നിട്ട് പറഞ്ഞു പ്രവാചകന്മാരെ വിട്ടുകടി ഇങ്ങനെയൊക്കെ ചെയ്യണം ഇത്. അതൊന്നും ചെയ്യാതെ കണ്ട് ഭൂമി തുറക്കാൻ തുടങ്ങി, പർവ്വതങ്ങൾ പാറക്കല്ല് പൊട്ടിക്കാൻ തുടങ്ങി, അല്ലേ, റോഡ് ഉണ്ടാക്കാൻ തുടങ്ങി. എന്തൊക്കെ ഇപ്പൊ കാട്ടിക്കൂട്ടുന്നത്? പുരോഗമനം എന്നുള്ള നിലക്ക് മരങ്ങൾ വെട്ടിമുറിക്കാൻ തുടങ്ങി. പ്രവാചകരുടെ അനുയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് ആളുകൾ പോകുമ്പോൾ യുദ്ധത്തിന് വേണ്ടിയിട്ട് സഹാബാക്കളായ മഹാന്മാര് പോകുമ്പോൾ കൊടുക്കുന്ന നിർദ്ദേശത്തിൽപ്പെട്ട ഒരു നിർദ്ദേശമാണ്, അവിടെയുള്ള കന്നുകാലികളെയോ മൃഗങ്ങളെയോ ഒന്നും ചെയ്യരുത്, അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും ഒന്നും ചെയ്യരുത്, വളരെ സൂക്ഷിക്കണം. അക്രമകാരികളോട് മാത്രം, ഇങ്ങോട്ട് ആയുധം പ്രയോഗിക്കുന്നവർ മാത്രം ആയുധം പ്രയോഗിക്കുക. അതിൽ പറഞ്ഞ പ്രത്യേകമായ കാരണം അവിടുത്തെ മരങ്ങൾ വെട്ടിമുറിക്കരുത്. എന്താ കാരണം? അല്ലാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശം. നമ്മളിന്ന് എന്താ ചെയ്യുന്നത്? മരങ്ങളൊക്കെ വെട്ടിമുറിച്ചു. പ്രവാചകൻ പറഞ്ഞു വെള്ളം തടഞ്ഞു വെക്കരുത്, വെള്ളത്തിന് ഒഴുക്കി വിടുക. വെള്ളത്തെ തടഞ്ഞു വെച്ചു. എങ്ങനെ തടഞ്ഞു വെച്ചു? പല ബിൽഡിങ്ങുകളും കയറ്റി എന്തെല്ലാം ചെയ്തു. എങ്ങനെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്? വെള്ളത്തെ തടഞ്ഞു വെച്ചു, വെള്ളത്തിന് ഒഴുകാൻ സമ്മതം കൊടുത്തില്ല. വെള്ളം അവിടെ നിന്ന് ഭൂമിക്ക് താങ്ങാൻ പറ്റാതായി, അല്ലേ? അടിയിലൂടെ വെള്ളം അവസാനം എന്ത് ചെയ്തു? അടിയിലെ ഭൂമി അങ്ങോട്ട് വലിഞ്ഞു. വെള്ളം അതിന്റെ സകലമായ ശക്തിയോടും കൂടിയിട്ട് അതന്നെ പ്രവർത്തിച്ചു. പലരും പറയും എന്താ പറയാ, കാരുണ്യമില്ല ദൈവത്തിന്. കാരുണ്യം ദൈവത്തിനുണ്ട്. അല്ലാഹു തആലാക്ക് കാരുണ്യം മനുഷ്യരോട് മാത്രല്ല, മനുഷ്യരാണ് ഏറ്റവും നികൃഷ്ടര്. ഖുർആൻ പറയാണ് മൃഗങ്ങളെക്കാൾ അധിപതിച്ചവരാണ് അവര് എന്നാ ഖുർആൻ പറയുന്നത്. ഇങ്ങനത്തെ മനുഷ്യർ
ബുദ്ധിയും തന്റെ ഉണ്ടായിട്ട് പോലും ഒന്നും ചെയ്യാതെ ഭൂമിക്ക് നാശം ഉണ്ടാക്കി നടക്കുക. എന്നിട്ട് പറയാ കാരുണ്യോടെ പോയിന്ന്. കാരുണ്യം നിങ്ങൾക്കില്ലാത്തത്. ദൈവത്തിന് കാരുണ്യമൊക്കെ ഉണ്ട്. ദൈവേ നിങ്ങളോട് മാത്രമല്ല കാരുണ്യം, മൃഗങ്ങളോട് കാരുണ്യവാനാണ്, ഉറുമ്പിനോട് കാരുണ്യവാനാണ്, പറവകളോട് എല്ലാ ജീവിയും ദൈവത്തിന് ഒരേപോലെ തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് അള്ളാഹുത്താല എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? നിങ്ങൾക്ക് അള്ളാഹുത്താല ഔന്നിത്യം നൽകിയിട്ടുണ്ട്. എന്നിട്ടാ നിങ്ങൾ കാണിക്കണത്. ഞാനടക്കമുള്ളവരെ പറയുന്നത് മനുഷ്യരെ. ഭൂമിക്ക് ജീവനുണ്ട്. എന്താ മനസ്സിലാക്കി? ഭൂമിക്ക് ജീവനുണ്ട്, ആകാശങ്ങൾക്ക് ജീവനുണ്ട്, അതായത് ഗാലക്സികൾക്ക്, സൗരയൂഥങ്ങൾക്ക്, ഗോളങ്ങൾക്ക് ജീവനുണ്ട്. ഇവിടെയുള്ള എല്ലാ മരങ്ങൾക്കും ജന്തുജീവൻ എല്ലാത്തിനും ജീവനുണ്ട്. അവരോടും വേണം ഒരു കാരുണ്യം. ഭൂമിയോട് നിങ്ങൾ എന്ത് കാരുണ്യം കാട്ടി? ഭൂമി നമുക്ക് വേണ്ടി എന്തെല്ലാം നൽകുന്നു. ഭൂമി പുഷ്പങ്ങളെ, ചെടികളെ ഉൽപ്പാദിപ്പിക്കുന്നു, നല്ല നല്ല വൃക്ഷങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. നമുക്ക് താങ്ങും തണലുമായി ഭൂമി നിന്നു. പർവ്വതങ്ങൾ ആണിയായിട്ട് നിന്നു. ഖുർആൻ പറഞ്ഞത് എന്താണ്? ഒൽ ജിബാല ഔതാദ, പർവ്വതങ്ങളെ നാം ആണികളാക്കി മാറ്റിയെന്നാണ്. അങ്ങനെ അള്ളാഹുത്താല ദൈവം ഇങ്ങനെ നമ്മോട് കാരുണ്യം കാണിച്ചു, ഭൂമിയോടും കാരുണ്യം കാണിച്ചു. ഭൂമിക്ക് ഈ നല്ല ഭാരമുള്ള പർവ്വതങ്ങൾ ആണികളാക്കി ഭൂമിയോടെ നിർത്തി. ഭൂമി നല്ല സുഖമായി പോയിരുന്നു. ഈ ഭൂമി, ആ ഭൂമിയെ നമ്മൾ എന്ത് ചെയ്തു? ഭൂമിയുടെ മേൽ അക്രമം പ്രവർത്തിച്ചു. ഭൂമിക്ക് ജീവനുണ്ട്, പർവ്വതങ്ങൾക്കും ജീവനുണ്ട്. പർവ്വതങ്ങളൊക്കെ വെട്ടി മാറ്റി നമ്മള്. ഭൂമിയോട് എത്ര വലിയ അക്രമമാണ് പ്രവർത്തിച്ചത്. സമുദ്രത്തോട് എത്ര അക്രമങ്ങളാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. നമ്മൾ ഈ മാലിന്യങ്ങൾ, എല്ലാവിധമായിട്ടുള്ള മാലിന്യങ്ങൾ, വിസർജ വസ്തുക്കൾ കൊണ്ടിടാനുള്ള സ്ഥലമായിട്ട് സമുദ്രങ്ങളെ മാറ്റി. ഒഴുക്ക് നിന്നു, അടിഞ്ഞുകൂടി. അല്ലെ? ആ കൊച്ചിയിലൊക്കെ പോയി നോക്കി, കായൽ ഒഴുകുന്നില്ല. കായലുകളൊക്കെ നിന്ന നിൽപ്പിലാണ്. മാലിന്യങ്ങളെ കൊണ്ട് ഇനി എന്താണ് കൊച്ചിക്ക് വരാൻ പോകുന്നത്? അള്ളാഹു ആലം. നമ്മുടെ നാടിന് എന്തെല്ലാം വരാൻ പോകുന്നു. കാരണം വെള്ളത്തിന് തടഞ്ഞു നിർത്തി, വെള്ളത്തിന് ഒഴുകാൻ പറ്റുന്നു. വെള്ളത്തിന് ജീവനുണ്ട്, ഭൂമിക്ക് ജീവനുണ്ട്. നാശാക്കണം നമ്മൾ. ഭൂമിയുടെ മേൽ അക്രമം നമ്മൾ മനുഷ്യർ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു കൂട്ടി ചോദിക്കാനില്ല, ഒരു കുട്ടി പറയാനില്ല, ഇതിൽ പ്രതികരിക്കാൻ ആരില്ല. ആരെങ്കിലും കുറച്ചാളുകൾ ഗവൺമെന്റിനെ ഉണർത്തിയാൽ അത് യാതൊരു പ്രശ്നമില്ല. ഗവൺമെന്റുകൾക്ക് അത് നോക്കേണ്ട കാര്യമില്ല. ഏത് ഗവൺമെന്റ് ആയാലും അവർക്ക് അവരുടെ കാര്യം നോക്കിയാൽ മതി. നമ്മൾ കാരുണ്യം പ്രവർത്തിച്ചിട്ടില്ല. ഭൂമിയോട് നമ്മൾ ക്രൂരതയാണ് കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ നമ്മളോട് മാത്രമല്ല കാരുണ്യം, ഭൂമിയോട് കാരുണ്യം. ആ കാരുണ്യം കാരണത്താലേ അള്ളാഹു താല പ്രവർത്തിച്ചതാണെന്ന് മനസ്സിലാക്കിക്കോളി. അള്ള പ്രവർത്തിച്ചെന്ന് അപ്പോഴും പറയണ്ട. നമ്മളെ ക്രൂരമായിട്ടുള്ള ഈ അക്രമം കാരണത്താൽ ഭൂമി എന്ത് ചെയ്തു? അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്തു. ചിന്തിച്ചു നോക്ക്. വെള്ളത്തിന് വല്ലാതെ തടയിട്ടപ്പോൾ അവസാനം സകലമായ ശക്തിയോടുകൂടി വെള്ളം വന്നു, ഭൂമി വഴിമാറി കുതിച്ചു. പിന്നെ അവിടെ നിങ്ങളെപ്പോലെ അതിന്റെ മുന്നിൽ വരുന്നത് ആരാണെന്ന് ഇപ്പൊ വെള്ളത്തിനും ജലത്തിനും നോക്കേണ്ട, മറ്റേ പാറകൾക്കൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. മുന്നിൽ വരുന്നവര് നമ്മൾ ആരെങ്കിലും പറഞ്ഞിരുന്നു അവിടെ തന്നെ പോയിട്ട് വീടുണ്ടാക്കാൻ? ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഓരോരുത്തർക്കും ബാധകം. ഞാൻ അടക്കമുള്ള ഓരോരുത്തർക്കും ബാധകമാണ്. ഇത് ഉത്തരവാദിത്തം ഉണ്ട്. ഗവൺമെന്റിന് മാത്രമൊന്നല്ല, നമുക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ, മുന്നറിയിപ്പുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അവിടുന്ന് മാറണോ? നമ്മൾ അവിടുന്ന് മാറാൻ തയ്യാറല്ലേ? ഞാൻ എപ്പോഴും ഈ മലയിൽ തന്നെ നിൽക്കുള്ളൂ. എന്തിനാ? എന്നിട്ട് അതിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് കുറ്റം. ദൈവം അങ്ങനെ ചെയ്തു, ദൈവം അങ്ങനെ ചെയ്തു. ദൈവം എല്ലാം മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ആദ്യം ചെറുതായിട്ട് മുന്നറിയിപ്പ് നൽകും, പിന്നെ വലുതായി നൽകും, പിന്നെ അതിന്റെ വലുത് നൽകും. മുന്നറിയിപ്പ് നൽകിയിട്ടല്ലാതെ അല്ലാഹു തആല ഒരു ജനതയെ നശിപ്പിച്ചിട്ടില്ല എന്ന് ഖുർആൻ. അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ട് ഒരു മുന്നറിയിപ്പുകാരെ വിട്ടിട്ടല്ലാതെ അല്ലാഹു തആല, എന്നിട്ടും അതിൽ നിന്നും അവര് ആ തിന്മയിൽ നിന്ന് മാറാതിരുന്നപ്പോഴാണ് അവർക്ക് നാശം ഉണ്ടായത്. അല്ലാഹു തആല ചിലപ്പോൾ പ്രവാചകന്മാരെ അയച്ചുകൊണ്ട് മുന്നറിയിപ്പ് നൽകും, ചിലപ്പോൾ സാധാരണ ആളുകളിലൂടെ മുന്നറിയിപ്പ് നൽകും, ചിലപ്പോൾ സയന്റിസ്റ്റിലൂടെ മുന്നറിയിപ്പ് നൽകും, ചിലപ്പോൾ പ്രകൃതിയിലൂടെ മുന്നറിയിപ്പ് നൽകും. വയനാടുള്ള കാര്യം ചിന്തിച്ചു നോക്കി. എത്ര മുന്നറിയിപ്പുകൾ വയനാട്ടിൽ വന്നു. എന്നിട്ടും ഗവൺമെന്റിന് ഉത്തരവാദിത്വമുണ്ട്. ഈ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് അതിനുള്ള സ്ഥലങ്ങൾ കൊടുക്കണം. ആ സ്ഥലങ്ങൾ പോയിട്ട് ജീവിക്കാൻ പറയണം. ഇവിടെ നിങ്ങൾ നിൽക്കല്ല. അവർക്ക് അറിയില്ല. ജനങ്ങൾക്കറിയില്ല. മരിച്ചുപോയ ആളുകൾക്ക് അവിടെ നിൽക്കുന്ന ആൾക്കാർ ഇതിനെപ്പറ്റി അറിയില്ല. ബോധവാന്മാരല്ല അവരെ പറഞ്ഞുകൊണ്ട് പിടിപ്പിച്ച് മാറ്റിക്കണം. മറ്റുള്ളതിനൊക്കെ എന്തൊരു ഇതാണ്. ഒരു മന്ത്രിയുടെ കാർ വരുമ്പോ ഒന്ന് കറുത്ത ഒടി കാണിച്ചു നോക്കട്ടെ, എന്തായിരിക്കും അവിടുത്തെ രീതി? എന്തെല്ലാം ജനങ്ങൾ ഇവിടെ ഗവൺമെന്റ് എന്തൊക്കെ ശക്തമായിട്ട് പറയും, നേരിടണം എന്നൊക്കെ പറയും. എന്താ ഇതിന് ശക്തമായി നേരിട്ടാല് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ബോധവൽക്കരിച്ചുകൊണ്ട് അവർക്ക് നല്ലൊരു ഇടം പറഞ്ഞു കൊടുത്തുകൂടെ? ഇപ്പോഴും വയനാട്ടിലുള്ള ഒരു പ്രശ്നം തന്നെയാണ്. ഞാനൊരു സഹോദരനെ വിളിച്ചപ്പോൾ ആ സഹോദരൻ പറഞ്ഞാണ്,
മലയുണ്ട് ബേക്കിൽ, പക്ഷെ ഇപ്പൊ മഴ കനത്തിട്ടില്ല, ഇപ്പൊ മഴ കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോണില്ല. ഞാൻ പറഞ്ഞു എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ അവിടുന്ന് പൊക്കൂടി. കാരണം മഴ നല്ലോ കനത്താല് കനത്തിട്ട് വന്നിട്ട് വെള്ളം ഇങ്ങനെ വന്ന് മഴവെള്ളം വന്നിങ്ങനെ നിൽക്കല്ല. ഇതാ ഞാനിവിടെ ഉണ്ട്, മഴ പെയ്തിട്ട് ഞാൻ വെള്ളം അവിടെ നിൽക്കുന്നുണ്ട്, 3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ കണ്ട് വരും, അതുകൊണ്ട് പൊക്കോളി എന്നൊന്നും പറയില്ല. മഴ കനത്ത് കഴിഞ്ഞാണ്ട് വരവേരും, അവ കാത്ത് രക്ഷിക്കട്ടെ. ഇപ്പോഴും ആളുകൾക്ക് അതിന്റെ ശരിയായ ബോധം വന്നിട്ടില്ല. ഗവൺമെന്റ് മാറാൻ പറയും, മാറാനും തയ്യാറല്ല ആളുകൾ. അതേ ഞാൻ പറയുന്നത്, ഇത് വെറും ഗവൺമെന്റിനെ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. നോക്കാം, നമുക്കൊന്ന് ഈ ഇതിനെ സംബന്ധിച്ച് പഠിച്ച ആളുകൾ തന്ന ഗ്രാഫ് നോക്കാം. വയനാടില് ചൂരൽമല, മുണ്ടക്കൈ, അട്ടമല ഭൂമിക, ഇതൊക്കെ ആദ്യം തന്നെ കാര്യങ്ങൾ കുറച്ച് പ്രയാസമുള്ള സ്ഥലങ്ങളാണ്. ഉരുൾപൊട്ടലിനും മറ്റു ദുരന്തങ്ങൾക്കൊക്കെ എന്താ പറയാ, അതിനൊക്കെ സാധ്യതയുള്ള സ്ഥലങ്ങളായിട്ട് പലരും വരച്ചു കാണിച്ചതല്ല. പ്രകൃതിയും ഞാൻ നേരത്തെ പറഞ്ഞില്ല, അല്ലാഹു തആല ഓരോന്നോരം മുന്നറിയിപ്പുകാരെ നൽകുന്നുണ്ട്. മുന്നറിയിപ്പുകാരത് നൽകിയിട്ടല്ലാതെ മുണ്ടക്കൈനെ അള്ളാഹു എടുത്തിട്ടില്ല, ചൂരൽമലയെ അള്ളാഹു എടുത്തിട്ടില്ല. മുന്നറിയിപ്പുകാരെ നൽകിയിട്ടുണ്ട്. 1984 ഒരു മുന്നറിയിപ്പുകാരൻ അള്ളാഹു പ്രകൃതിയിൽ നൽകി, 1992 നൽകി, 2018 നൽകി, 2019 നൽകി. എന്നിട്ടൊന്നും നമ്മൾക്കിത് മുന്നറിയിപ്പ് മനസ്സിലായിട്ടില്ല. പ്രകൃതിയിലൂടെ തന്നെ അള്ളാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹിനെ കുറ്റം പറയുകയാണ്. അള്ളാഹു നല്ല നൽകിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ മാറാൻ തയ്യാറല്ല. അങ്ങനെ നൽകുമ്പോഴും നമ്മൾ അടുത്ത വീടുണ്ടാക്കാൻ നോക്കാണ്, വിയർപ്പ് പൊടിച്ചിട്ട്. എന്നിട്ട് അത് നശിപ്പിക്കപ്പെട്ടാൽ പറയാണ് എന്താ ചെയ്യാ, ദൈവം ഞങ്ങളെ കൈവഴിഞ്ഞു. നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി. ഇനി അപ്പൊ നമ്മളുടെ നാടുകളെ നോക്ക്, മലപ്പുറം, ഞാൻ താമസിക്കുന്ന പൊന്നാനി അടക്കമുള്ള നാടുകളെ നോക്ക്, മുന്നറിയിപ്പുകൾ നൽകാതിരുന്നിട്ടൊന്നുമില്ല. അതിന് ശക്തമായിട്ട് നേരിടാൻ തയ്യാറാണ്, ഓരോ ആളുകളും നേരിടാൻ തയ്യാറാണ്. ഗവൺമെന്റ് നോക്കി നിന്നിട്ടൊന്നും കാര്യമില്ല, ഒരു വിവരമൊന്നുമില്ല. മണ്ണിങ്ങനെ മാന്തിക്കൊണ്ടുപോകുമ്പോഴേ സമുദ്രത്ത് തീരത്ത് നിന്നും കായൽ തീരത്തു നിന്നൊക്കെ മണ്ണിങ്ങനെ ലോറി വന്നിങ്ങനെ മാന്തിക്കൊണ്ട് ആരാ മാന്തുന്നത്? നമ്മൾ ഓരോരുത്തരുമാണ് ഗവൺമെന്റിനെ വെട്ടിച്ചിട്ട് മാന്തുന്നത്, പോലീസുകാരെ കണ്ണ് മാറ്റിയിട്ട് മാന്തുന്നത്, മണലും വാരിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് സംഭവം എന്താ, ഈ മാന്തുന്നവരാരാണ്? പാവങ്ങളാണ്. ശരിയാണ്, ഞങ്ങൾക്കുള്ള ജോലിയാണ്, വേറെ ജോലിയില്ല, അതുകൊണ്ടാണ്. എന്നാ ജോലി ഇല്ലാച്ചിട്ട് നിങ്ങളുടെ വീടിന്റെ തറന്ത മാന്താത്തത് ഇതൊരു ജോലി ആയിക്കോട്ടെ, അത് നമ്മൾ മാന്തൂലല്ലോ. നമുക്കറിയാം തറ മാന്ത വീട് വീഴും. അതേപോലെ മൊത്തം ഭൂമിയെയാണ് ഈ മാന്തുന്നത്. അള്ളാഹു ഇഷ്ടപ്പെടില്ല, അള്ളാഹ്ക്ക് ഇഷ്ടമല്ല ഫസാദ് നടത്തണവരെ. അതുകൊണ്ടാണ് ഈ ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നത്. ഇനി എന്താ, പോലീസുകാരെ നോക്കിക്കരുത്, ആരെങ്കിലും അങ്ങനെ മാറണുണ്ട്, ജനങ്ങൾ തടയണം, ഓരോരുത്തരും തടയണം. അല്ലെങ്കിൽ ഉണ്ടാവില്ല, ഭൂമി ഉണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ പൊന്നാനി ഉണ്ടാവൂല, കൊച്ചി ഉണ്ടാവൂല, എറണാകുളം ഉണ്ടാവൂല, തിരുവനന്തപുരം ഉണ്ടാവൂല, ഒന്നും ഉണ്ടാവൂല. അവിടുന്ന് ഇവിടുന്ന് മന്താണ്, റോഡ് ഉണ്ടാക്കാണ്. എന്താ റോഡ് ഉണ്ടാക്കല്? വികസനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭൂമി ഇങ്ങനെ പരന്നു നീർന്ന ഭൂമിയിൽ നിന്ന് ആ റോഡ് ഇങ്ങനെ പോകുമ്പോ വികസനത്തിന് വേണ്ടി ചെയ്ത് പലയിടത്തും വേണം ശ്രദ്ധിച്ചു നോക്കി. സീ റൂഫ് ഇല്ലാറുള്ളത്, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിച്ചു നോക്കാൻ പറഞ്ഞില്ലേ? ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഇങ്ങനെ നീർന്ന ഭൂമിയിൽ നിന്ന് പകുതി ഇങ്ങനെ താഴേക്കെടുക്കുകയാണ്. താഴേക്കെടുത്ത് വെട്ടി മാറ്റാനുള്ള ആ മണ്ണ് വലിയ വീതിയിൽ, എന്നിട്ട് അവിടെ താഴെ കൂടെ റോഡ്, ഹൈവേ, മുകളിൽ ഹൈവേ. ഈ മണ്ണാണ് എടുത്ത് പോകുന്നത്. ഭൂമിയുടെ ആ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടു. ഇവിടെ കൊള്ളയാ, അപ്പുറം ഇപ്പുറം, ഒരു ഭാഗത്ത് അറബിക്കടല്, ഒരു ഭാഗത്ത് ഭാരതപ്പുഴ. ഇതിന്റെ സമ്മർദ്ദങ്ങൾ നിന്ന് വെള്ളം വരുമ്പോഴേ ഇങ്ങനെ വെള്ളം ഏതായാലും വലിച്ചെടുക്കാനുള്ളത് നമ്മൾ നഷ്ടപ്പെടുത്തി. കോൺക്രീറ്റ് റോഡുകളും മറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ അതൊക്കെ നഷ്ടപ്പെടുത്തി വെള്ളം വലിച്ചെടുക്കാനുള്ളത്. ഇനി ഉള്ള വെള്ളം ഇങ്ങനെ നിന്ന് നമ്മൾ ഇവിടെ വെള്ളം വേണ്ടല്ലോ, അപ്പുറം ഉണ്ടായാൽ മതിയല്ലോ. ഭൂമിയുടെ അടിയിൽ കൂടിയാണ് വെള്ളം പോകുന്നത്, ഭൂമി തന്നെ വെള്ളത്തിലാണ്. ഇതിന് സമ്മർദ്ദം സഹിക്കാൻ വയ്യാതാകുമ്പോ ഭൂമിയുടെ അടിയിൽ നിന്ന് മണ്ണണ്ട് പോവും, സാധാരണ വരും. ഇതൊന്നും നമ്മൾക്ക് സാധാരണ ബുദ്ധിയുള്ളവർ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നിട്ട് അള്ളാന്റെ മേത്ത് കിടണ്ട. കാരണം അള്ളാഹ് പറയുന്നത്, അള്ളാഹു നിങ്ങളെ മേൽ ഇടുന്നത് നിങ്ങളെ കാര്യങ്ങൾ പ്രവർത്തിച്ചത് കാരണത്താലാണ് ഇവിടെ ഫസാദ് ഉണ്ടാവുന്നത്, ഇവിടെ നാശം ഉണ്ടാവുന്നത്. ഖുർആൻ പല ഭാഗത്തുള്ള അല്ലെ? പരിശുദ്ധ ഖുർആൻ പറയണേ, ആ സൂറത്തുൽ ബഖറയിലെ 60-ാമത്തെ ആയത്തെ അവസാനത്തെ ആ വാചകം, ആ പരിശുദ്ധമായ കെലിമത്തുകൾ ശ്രദ്ധിച്ചു നോക്കി. അള്ളാഹ് പറയാണ്, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നാശം വിധിച്ചുകൊണ്ട് നാശകാരികളായിക്കൊണ്ട് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് കേട്ടോ. അല്ല പറയുന്നു,
നാശങ്ങൾ എവിടെയും വിതച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. എന്നിട്ട് നമ്മള് വല്ലാത്ത പുരോഗമനാണ്. എന്ത് പുരോഗമനം? ജനങ്ങളോട് ഉണ്ടാവണ്ട പുരോഗമനത്തിന്. ആർക്ക് വേണ്ടിയിട്ടേ പുരോഗമനം? ഇത് നോക്കി, ഭൂമി അല്ലാഹു തആല മുന്നറിയിപ്പ് നൽകി നോക്കണം. വയനാട്ടില് ഈ എന്താ പറയാ, മുണ്ടക്കൈ ആയാലും, ഈ മുണ്ടക്കൈ എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോ വീഡിയോയിലൊക്കെ കണ്ടു. എന്ത് നല്ല സുന്ദരമായ സ്ഥലം. ഈ സുന്ദരമായ സ്ഥലം, അതിന്റെ ആ പച്ചപ്പും, അല്ലെ, അതിന്റെ ആ പച്ചപ്പും, അവിടെയുള്ള എന്താ പറയാ, അതുണ്ടല്ലോ എന്താ സൂചിമലെ എന്താ പറയില്ലേ, എന്ത് രസമാണ് അതൊക്കെ കാണാൻ. സൂചിപ്പാറ, ഇത്ര അങ്ങനെ വെള്ളം ഇങ്ങനെ വരലും ആ എന്താ പറയാ ഈ മഞ്ഞുണ്ടല്ലോ, ഈ മൂടൽ മഞ്ഞും കോടമഞ്ഞും രസകരമായ സ്ഥലത്ത് കൊണ്ട് നമ്മൾ അതുകൊണ്ട് ആസ്വദിക്കാണ്. ടൂറിസ്റ്റുകളെ കൊണ്ട് കാശ് കൊയ്യാണ്. എല്ലാവർക്കും ആസ്വാദനം നൽകേണ്ട പാവപ്പെട്ടവർക്ക് പ്രയാസം ഉണ്ടാക്കി. പാവപ്പെട്ടവർക്കാണ് പ്രയാസം വരുന്നത്. കാരണം എന്താണ്? ഭൂമി എങ്ങനെയാണ് കുറച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ കാര്യം അവർ ചെയ്യും. ഭൂമി അതിന്റെ വർത്തമാനം പറയും. അവസാന കാലഘട്ടത്തിൽ വരുന്നത് ഖുർആൻ പറയാണ്. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ, ഭൂമി അതിന്റെ വിറപ്പിക്കപ്പെട്ടാൽ, വാഖറജത്തിൽ അർദു അസ്ഖാലഹാ, ഭൂമി അതിന്റെ ഉള്ളിലുള്ള ഭാരങ്ങൾ പുറത്തേക്ക് ഇട്ടാൽ. മനസ്സിലാവുന്ന? ഭൂമിക്ക് അവസാനം ഒക്കെ ചെയ്യേണ്ടി വരും. നമ്മൾ ചെയ്യിക്കാണ്. മനുഷ്യർ ചോദിക്കാൻ തുടങ്ങും, മാലഹ, ഭൂമിക്ക് എന്ത് പറ്റി, അല്ലെ? അതന്നെ ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കണം നമ്മൾ. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, അന്ന് ഭൂമി അതിന്റെ വർത്തമാനം പറയും. ഭൂമിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, അത് ഭൂമി പറയും. അതിന്റെ പറച്ചിൽ ഇങ്ങനെയാണെന്ന് മാത്രം. ഈ ആയത്തിന് ആശ്രയങ്ങൾ പലതുണ്ട്. പല ആശയങ്ങളുണ്ട്. വഖാലൽ ഇൻസാനു മാലഹ, ഭൂമിക്ക് എന്ത് പറ്റി എന്ന് മനുഷ്യർ പറയാൻ തുടങ്ങി. യൗമഇൻ തുഹദ്ദിസു അഖ്ബാറഹ. അപ്പൊ അവിടെ ആ വയനാട്ടില് നല്ല നല്ല റിസോർട്ടുകള്, ഹോം സ്റ്റേകള്, ഹോട്ടലുകള്, സ്കൂള്, കെട്ടിടങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ, അങ്ങനെ ചൂരൽമല ഒരു ചെറിയ പട്ടണമായി മാറി. ആളുകൾ ആകർഷിക്കുന്ന പ്രകൃതി ഭംഗി, അല്ലേ? നമ്മൾ മനസ്സിലാക്കണം, 1984 ജൂലൈ 1 ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. കുറെ ദൂരമൊന്നുമല്ല. 1984 ജൂലൈ 1 ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അന്ന് 14 മരണങ്ങൾ ഒഫീഷ്യലായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. 11 ആദിവാസികളും 3 തോട്ടം തൊഴിലാളികളും വന്നു പോയി. ആദിവാസികളെ സംബന്ധിച്ച് ചർച്ചയില്ല. ആദിവാസികൾ താഴെയുള്ളവരെ സംബന്ധിച്ച് ഇന്ന് നമ്മള് റിപ്പോർട്ട് ചാനലുകളായാലും എല്ലാവരും ചർച്ച ചെയ്യും. ആദിവാസികൾ ഒഴുകിപ്പോയാലും വേണ്ടില്ല, അവർ എന്തായി, എവിടെയാണ്, അവർ ആദിവാസികൾക്ക് എന്തു പറ്റി, ഒന്നും വിഷയമില്ല. മനസ്സിലാവുന്നത്? ഈ പറഞ്ഞതോ കാലത്തിൽ ഇൻസാനു മാലഹ, മനുഷ്യര് പറയും ഈ ഭൂമിക്ക് എന്തു പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇനി അത് കഴിഞ്ഞു 1992 ഈ ചൂരൽമലയിൽ നിന്നും 45 കിലോമീറ്റർ അകലെ പടിഞ്ഞാറത്തറ കാപ്പിക്കളത്ത് ദുരന്തമുണ്ടായി. ഇതേപോലെ ഒരു ആ കുടുംബത്തിലെ 11 പേർ മരിച്ചു. എവിടെ? ഈ കാപ്പിക്കളെന്ന്, പടിഞ്ഞാറത്തറ കാപ്പിക്കളം എന്നുള്ള സ്ഥലത്ത്. ഈ ചൂരൽമലയിൽ 45 കിലോമീറ്റർ അടുത്തടുത്തുണ്ടാവുന്ന ചൂരൽമലയിൽ ഉണ്ടായി 84, 92 ഈ കാപ്പിക്കളത്തുണ്ടായി. ഇനി അത് കഴിഞ്ഞ് 2018, അധികം വൈകുന്നില്ല, 2018 ഈ ചൂരൽമലയിൽ നിന്ന് 35 കിലോമീറ്റർ അകലെയുള്ളൂ. 35 കിലോമീറ്റർ അകലെ കുറിച്യാർ മല എന്ന സ്ഥലത്ത് വലിയ ദുരന്തം ഉണ്ടായി. അവിടെ പിന്നെ ജനവാസ പ്രദേശം അല്ലാത്തത് കാരണത്താല് ആളപായമൊന്നും ഉണ്ടായില്ല എന്ന്. എന്നിട്ടും ഞമ്മക്ക് പഠിച്ചില്ല. അവിടെ താമസിക്കുന്നവരും പഠിച്ചില്ല. ഇപ്പോഴും ഇനി താമസിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളിപ്പോഴും അവിടെ സ്കൂളുകൾ എങ്ങനെ നേരാക്കാൻ പറ്റും എന്നാണ് നോക്കുന്നത്. അവിടത്തെ സ്കൂൾ, ഇനിയും അവിടെ സ്കൂൾ കെട്ടിടം ഉണ്ടാക്കാൻ പറ്റുമോ, ഇനിയും അവിടെ വീടുണ്ടാക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. ആ സ്കൂൾ ഇനി അവിടെ ഉണ്ടാക്കണ്ട, വേറെ ഒരു ഭാഗത്തൊക്കെ സ്കൂള് ഇത് ചെയ്യാനല്ല നോക്കുന്നത്. അവിടെയുള്ള ആളുകളൊന്നും വേണ്ട, വേറെ സ്ഥലത്ത് താമസിപ്പിക്കാനല്ല. പല ആളുകളുടെ സംസാരങ്ങൾ അങ്ങനെയാണ് കേൾക്കുന്നത്. ആ സ്കൂൾ എങ്ങനെയെങ്കിലും ഇനി ഒന്നും കൂടി ഉഷാറാക്കാൻ സ്കൂൾ വേണം, അത് കുറച്ച് അപ്പുറാവണം.
ഏതായാലും ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അങ്ങനെ 2018 ഇവിടെ ഉണ്ടായി. പക്ഷെ അന്ന് ആളപായം ഉണ്ടായില്ല. പക്ഷെ നമുക്ക് പഠിച്ചില്ല. ഉരുൾപൊട്ടൽ 84 ഉണ്ടായി, 90 ഇങ്ങനെ ഉണ്ടായിട്ട് നമുക്ക് ചിന്തയില്ല. ഗവൺമെന്റിനുണ്ട് ഉത്തരവാദിത്വം ഇല്ല. ഇനിയോ 2018 കഴിഞ്ഞ് അടുത്ത വർഷം 2019 ആഗസ്റ്റില് ഈ ചൂരൽമലയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെ പുത്തുമലയിൽ ഉരുൾപൊട്ടി. പുത്തുമല എന്ന സ്ഥലത്ത് 17 പേർ മരിച്ചു, 5 പേരെ കാണാതായി. എന്നിട്ടും നമ്മൾക്ക് ചിന്തയൊന്നും വന്നില്ല. നമ്മൾ വീണ്ടും അതെല്ലാം എന്താ പറയാ, നമ്മളെന്താ പറയല്, ഞാൻ ഉൾപ്പെടെ വരുന്ന കേരളക്കാരെന്താ പറയാ, നമ്മൾ അതിലൊക്കെ അതിജീവിച്ചു. അവിടെ തന്നെ ഒരു മാറ്റം ഉണ്ടാക്കാൻ തയ്യാറായില്ല. ഇനി അടുത്ത ഉരുൾപൊട്ടൽ ഉണ്ടാവാതിരിക്കാൻ ഇനി എന്തു ചെയ്യണമെന്നുള്ള ഒരു ചോദ്യമോ ഒരു ഉത്തരമോ ഒരു സംരംഭമോ ഒന്നും ഉണ്ടായില്ല. ഒരു തയ്യാറെടുപ്പില്ല. ഇതിനെങ്ങനെ തടയണം എന്നുള്ളൊരു വിഷയമില്ല. എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ളൊരു പഠനമില്ല. പഠനമൊക്കെ ഉണ്ട്, റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട് ശാസ്ത്രജ്ഞന്മാര്, ഭൗമശാസ്ത്രജ്ഞന്മാര്. പക്ഷെ അവിടെ നിങ്ങളുടെ എന്തെങ്കിലും ഇത് വേണ്ടേ? കേന്ദ്രത്തിന്റെ ഇതനുസരിച്ചിട്ട് എവിടെയും പുനരധിവസിപ്പിക്കാം, എവിടെയും റിസോർട്ടുകൾ നിർമ്മിക്കാം, എവിടെയും പാറ പൊട്ടിക്കാം, അല്ലെ? കേന്ദ്രത്തിന്റെ അനുവാദ പ്രകാരം പുതിയത് തുടങ്ങി എവിടെയും വേണമെങ്കിൽ എന്തും ചെയ്യാം. അങ്ങനെ അത് കഴിഞ്ഞ് 2019 ആഗസ്റ്റുള്ള ദുരന്തം കഴിഞ്ഞ് നമ്മളെല്ലാവരെയും വിറങ്ങലിപ്പിച്ചൊരു ദുരന്തം ഉണ്ടായി. ഈ പുത്തുമല നേരത്തെ പറഞ്ഞ 2019 ഈ 15 കിലോമീറ്റർ അകലെയുള്ള പുത്തുമലയിൽ ഉണ്ടായി. ആ പുത്തുമലയിൽ നിന്നും ആ പുത്തുമലയുടെ മറുകുന്നായ മലപ്പുറം ജില്ല, ആ മലപ്പുറം ജില്ലയിലെ കവളപ്പാറ, പുത്തുമലയുടെ ആ മലയുടെ മറുകുന്നായ അപ്പുറത്തെ കുന്നായ കവളപ്പാറയിൽ, അത് മലപ്പുറം ജില്ലയിലാണെന്ന് മാത്രം, ആ കവളപ്പാറയിൽ ഉരുൾപൊട്ടി 57 പേരാ മരിച്ചു. 57 പേര് മരിച്ചു. ഒന്നാകണ്ട് പോയല്ലോ അന്ന്. അവിടെ എത്രയോ വീടുകൾ അങ്ങനെ പോയി. 57 പേരാ പോയി. 11 പേരെ എപ്പോഴും കാണാനില്ല. പുത്തുമലയിൽ 5 പേരെ എപ്പോഴും കാണാനില്ല. സ്ഥിരീകരിച്ചത് 57 ആ 17 ഒക്കെ. മനസ്സിലാവുക. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ 2024 ജൂലൈ 30 ആയിട്ടില്ല. ആയിട്ടെന്ന് പറഞ്ഞാൽ 12 മണിക്കാവും രാത്രി. ജൂലൈ 30 സുബഹി ആവുമ്പത്തിന്, പ്രഭാതമാവുന്നതിന് മുന്നേ ഈ എന്താ പറയാ മുണ്ടക്കൈയും ചൂരൽമലയും ഒക്കെ അപ്പാടില്ലാതാവും. അപ്പൊ എപ്പോ തുടങ്ങിയിരിക്കുന്നത്? ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതാണോ ഇത്? ഇത് നമ്മൾ നല്ല ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. അതാണ് ഈ വിഷയങ്ങൾ ഇങ്ങനെ ഞാനൊരു സബ്ജക്റ്റാക്കി എടുത്തുകൊണ്ട് ഞാനിത് പറയണത്. ഇത് ഇതിലൊക്കെ സോഷ്യൽ മീഡിയക്ക് വിവരങ്ങളുണ്ട്. ഓരോരുത്തർ പങ്കുവെക്കുക, എന്നിട്ട് ഇത് ഇതിൻ്റെതായ മേലാധികാരികളെ അറിയിച്ചിട്ട് നമ്മൾ അതിന് നിർബന്ധ ബുദ്ധിയാണ് നമ്മളതിന് ഇറങ്ങണം. ഇതിനാണ് ഞാൻ പറയുന്നത്. എനിക്ക് പറ്റുന്ന സേവനങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ പറ്റുന്ന സേവനങ്ങൾ ഇതിൽ ചെയ്യണം. വെറുതെ പറയല്ല. ഒരു സുപ്രഭാതത്തിലല്ല മുണ്ടക്കൈ പോയത് നമ്മളെ കയ്യിൽ നിന്ന്. ഈ ചൂരൽമല പോയത് ഈ പാവപ്പെട്ട ഈ ദരിദ്രരായ പാവങ്ങളായ ജനങ്ങള് ഒന്നുമില്ലാത്തൊരവസ്ഥയിലെത്തിയത് ഒരു ദിവസം കൊണ്ടല്ല. അള്ളാനെ കുറ്റം പറയണ്ട. അള്ളാഹു താല ഓരോ അറിയിപ്പുകളും ആദ്യം അറിയിച്ചു തന്നിട്ടുണ്ട്. ആ അറിയിപ്പുകൾക്കും കാരണം മനുഷ്യന്റെ ഇതന്നെയാണ്. 1984 ചൂരൽമലയിൽ ഉരുൾപൊട്ടിയതും അതിനു മുന്നേ ഉണ്ടായ മനുഷ്യന്റെ ചെയ്തികൾ കാരണത്താലാണ് ഉരുൾപൊട്ടൽ വരില്ല. നമ്മൾ വെള്ളം തടഞ്ഞു നിർത്തുന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെള്ളത്തിന് പ്രവാചകൻ പറഞ്ഞില്ലേ, വെള്ളത്തിന് ഒഴുക്കേണ്ട അടുത്ത് ഒഴുക്കിവിട്. നിങ്ങൾ എന്തിനാണ് തടഞ്ഞു നിർത്തുന്നത്? എന്തിനാണ് ഈ മരങ്ങളെ അതൊക്കെ ഇല്ലാതാക്കുന്നത്? മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ച്, അല്ലെ? പർവ്വതങ്ങളെല്ലാം ഭൂമിക്ക് താങ്ങായി ആണിയായ പർവ്വതങ്ങളെ കൊണ്ട് നമ്മൾ വെട്ടി നശിപ്പിച്ചു, തകർത്തു കളഞ്ഞു. ഭൂമിക്ക് തന്നെ സ്വന്തം നിലനിൽപ്പില്ലാതായി. ഭൂമിന്റെ പണിയെടുക്കും. അതെന്നാ പറഞ്ഞു. നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മൊത്തം തുടച്ചു നീക്കി മനുഷ്യർ കാണിച്ചു കൊടുക്കണം. അപ്പോഴും നമുക്ക് പറയാനുള്ളത്, ദൈവം എന്ത് കാര്യം, മനുഷ്യർ ഈ ക്രൂരത നടത്തുന്നതിന് ഒരു പ്രശ്നവുമില്ല. ഈ ഭൂമിയുടെ മേലെ, ജീവനുള്ള ഭൂമിയുടെ മേലെ, ഈ ജീവജാലങ്ങളുടെ മേലെ. മൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങി കാട്ടിൽ നിന്ന്. കാരണം എന്താ? കാട്ടിലും പ്രശ്നമാണ്. നമ്മൾ പോയിട്ട് അവിടെ വിതച്ചിട്ട് കാട്ടിൽ പ്രശ്നം ഉണ്ടാക്കി.
അവര് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. എല്ലാവർക്കും മനുഷ്യൻ ക്രൂരനാണ്. എന്നിട്ട് കാരുണ്യം തേടാ. ദൈവം കാരുണ്യം പ്രവർത്തിച്ചിട്ടുള്ളൂ. ഇങ്ങനൊക്കെ ചെയ്തിട്ടും അള്ളാഹു താല എന്താ ചെയ്തത്? ഓരോരോ ചെറുത് കാണിച്ചത്. ഇതട്ടാ ഇങ്ങനെ ഉണ്ടിട്ട് എന്തിനാണ്? അള്ളാഹു ഒരു സംവിധാനം വെച്ചിട്ടുണ്ട്. ആ സംവിധാനം തകർന്നു. അള്ളാഹു താല മാറ്റൂല. ഇത് കാര്യകാരണ ബന്ധങ്ങളെ ലോകമാണ്. ഇവിടെ ഭൂമി ആകാശങ്ങൾ എല്ലാം വെച്ചുകൊണ്ട് അള്ളാഹു താല ഒരു വിഭവമാക്കി നല്ലൊരു ഭൂമിയെ തന്നുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കണം. ഉത്തരവാദിത്വം അമാനത്താണ്. നമുക്ക് സൂക്ഷ്മതനായിട്ട് ഭൂമിയെ ഏൽപ്പിച്ചത്. ഇനി നിങ്ങളാണ് തീരുമാനം. ഖിയാമത്ത് നല്ല ഡേറ്റ് പോലും അല്ല പറഞ്ഞില്ല, പ്രവാചകൻ പോലും പറഞ്ഞില്ല. മനസ്സിലായോ? ഖിയാമത്ത് നാൾ എന്താന്ന് പറഞ്ഞാൽ അത് അള്ളാഹു താല മറച്ചു വെച്ചു. കാരണം എന്താ? നിങ്ങളുടെ കയ്യിലാണ് ആ ഖിയാമത്ത് നാൾ വരുന്നതില്ല. അതൊക്കെ നിങ്ങളെങ്ങനെ ഭൂമിയെ കൈകാര്യം ചെയ്യണം നോക്കട്ടെ. എന്നിട്ട് നമ്മൾ അവിടെ ത്വരങ്കുണ്ടാക്കിയിട്ടും മണ്ണ് മാന്തിയിട്ടും സമുദ്രം നശിപ്പിച്ചിട്ടും ആ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചിട്ടും നമ്മൾ ഭൂമിയെ ചൂഷണം ചെയ്തിട്ട് നമ്മളെ കാര്യങ്ങൾ മാത്രം നേടി നടന്നിട്ട് ഭൂമിയെ അള്ളാഹു താല ജീവനുള്ളതാക്കി മാറ്റിയിട്ടുണ്ട്. സമുദ്രത്തെ ജീവസുള്ളതാക്കി മാറ്റിയിട്ടുണ്ട്. ഈ പ്രകൃതിയെ ജീവസുള്ളതാക്കിയിട്ടുണ്ട്. അവര് എന്ത് ചെയ്തു? അവര് അവസാനം സഹിക്ക വയ്യാതാവുമ്പോൾ അതിൻ്റെതായ പ്രതിഭാസം ഭൂമിയിൽ വരും. അത് എവിടെ അങ്ങനെ തന്നെ. ഏതൊരു പൂച്ചയും അവസാനം ഒരു എന്താ പറയുക രക്ഷപ്പെടാൻ മാർഗമില്ലെങ്കിൽ കഴുത്തിന് ചാടൂലേ? അതൊക്കെ ദൈവത്തിന്റെ മേൽക്കട. അള്ളാഹു തന്നത് നമ്മൾ കൈകാര്യം ചെയ്തില്ല. നമ്മൾ അതിനെന്ത് ചെയ്തു? വേറെ അതിനെ കോപിപ്പിച്ചു. നമ്മൾ പറയലെന്താ മലയാളത്തിൽ? പ്രകൃതി ക്ഷോഭം. എന്തായാലും അർത്ഥം? പ്രകൃതി ക്ഷോഭിക്കുക. കണ്ട, ക്ഷോഭിപ്പിക്കുകയാണ് നമ്മള്. അത് അള്ളാഹിന് മേത്തിടാൻ പറ്റൂല. ഒരു മനുഷ്യൻ തന്നെ, ഒരു പാവ മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അയാളെ പോയിങ്ങാണ്ട് ഇങ്ങനെ തെറി പറഞ്ഞ് അയാളെ കുറെ ഒഴിവാക്കാൻ നോക്കി. എനിക്ക് പൊക്കാണ് വിട്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ അയാൾ തോണ്ടാന്ന് ചൊറിയാന്ന് അവസാനം ഉണ്ടാവുമല്ലോ അയാൾ ക്ഷുഭിതനാവല്. ഒന്നാണ്ട് പൊട്ടിച്ചാൽ അയാളെ കത്തെടുത്തോണ്ട് കുത്തി. എന്നിട്ട് പറയാണ് ദൈവം വല്ലാത്ത പണിയാ ചെയ്തു. ഒരു പാവം മനുഷ്യൻ കുറച്ച് തെറി പറഞ്ഞിട്ടുള്ളൂ അയാളെ, പക്ഷെ അള്ളാഹു കുത്തിക്കൊന്നു അയാളെ. ആരെങ്കിലും പറയൂ? അവിടെ എന്താ പറയാത്തത്? അവിടെ ഈ മനുഷ്യനെ കുത്തിക്കൊന്നത് അത് ഇവര് കിട്ടണ്ടാണെന്നും പറയും അല്ലേ? കാരണം അള്ളാഹു താൻ അങ്ങനെയാണ് ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്. അത് അള്ളാഹു താൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അത് വരില്ല. പക്ഷെ അള്ളാഹു താല ഇവിടെ സാധാരണ നിലയ്ക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ അള്ളാഹു താല ഈ പ്രകൃതിക്കനുസരിച്ചിട്ട് കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നത് അള്ളാഹു താലയുടെ തീരുമാനമാണ്. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു നിങ്ങൾ പ്രകൃതിയെ നശിപ്പിക്കരുത്. അള്ളാഹുടെ തീരുമാനമാണ് പ്രകൃതിക്കനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകുക. കാരണം ഇത് പരീക്ഷണ ലോകമാണ്. അത് അള്ളാഹ് അങ്ങനെ സംവിധാനിച്ചിട്ടുള്ളത്. അപ്പൊ പ്രകൃതിയിൽപ്പെട്ടതാണ് മനുഷ്യരും. ഈ പ്രകൃതിയിൽപ്പെട്ടതാണ് മനുഷ്യര്. ഈ പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ എന്തിനാ പറയാ? ജീവനുള്ളവയും ജീവനില്ലാത്തവയും എല്ലാവരും കൂടിയിട്ടുള്ള സന്തുലിതാവസ്ഥയോട് കൂടിയിട്ടുള്ള ഒരു കൂടിച്ചേരലിന്റെ ഒരു 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 ഭാഷയാണ്. അതിന് പറയുന്ന പേരാണ് പരിസ്ഥിതി. എല്ലാം കൂടിച്ചേർന്ന് ഇങ്ങനെ ഇണങ്ങി നിൽക്കുന്നത്, അതാ പരിസ്ഥിതി. ആ പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിക്കണം. അള്ളാഹ് അങ്ങനെ ആക്കിയിട്ടുണ്ട്. ദൈവം അങ്ങനെ ആക്കി തന്നു. എന്നിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് ചപ്പുഞ്ഞോരോട് നമ്മൾ കൊണ്ടുപോയിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കി, നമ്മൾ കൊണ്ടുപോയിട്ട് ബോംബ് ഉണ്ടാക്കി എടുത്തിട്ട് മിസൈലുകൾ എടുത്തിട്ട് നമ്മളിവിടെ പ്രശ്നം ഉണ്ടാക്കി. എന്നിട്ട് കുറ്റം ദൈവത്തിന്റെ മേൽ. ദൈവം എവിടെ പോയി എന്നാണ്? ദൈവം തന്നെയാണ് ഇവർക്ക് ഈ കഴിവ് കൊടുത്തത്. ഭൂമിക്കും സമുദ്രത്തിനും ദൈവം തന്നെ കഴിവ് കൊടുത്തു. നിങ്ങളെ കുറേയായി ഇവർ ആക്രമിക്കാൻ തുടങ്ങിയിട്ടില്ല. നിങ്ങൾക്കും ചെയ്യാം എന്നുള്ള കഴിവ് അല്ലാഹു തആല ദൈവം ഈ സൃഷ്ടികൾക്കും കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും പിന്നിൽ ദൈവം തന്നെയാണ്. പക്ഷെ നിങ്ങൾ, അതായത് ഞാനടങ്ങുന്ന മനുഷ്യര് വലിയ ഒരു പാവങ്ങളാണ്, ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾ ദരിദ്രരാണ്, ഞങ്ങളെ മേലൊന്നും ആക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കണ്ട. നമ്മൾ ഉത്തരവാദികളാണ്. നമ്മൾ ഓരോരുത്തരും ചൂരൽ മലയിൽ അവിടെ എന്താ പറയാ ജീവൻ പൊലിഞ്ഞ അവര് മാത്രമല്ല, അവരിൽ പക്വതയുള്ള ബുദ്ധിയുള്ള ആളുകൾ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും ഉത്തരവാദികളാണ്. ദൈവത്തിന്റെ മേൽക്കിടല്ല. മനസ്സിലാവും? കാരണം അങ്ങനെയല്ല, അത് വിഡ്ഢിത്തരാണ് പറയുന്നത്. പ്രകൃതിയിൽ നമ്മൾ ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, ഒരാളെ കുത്തി കൊന്നിട്ടുണ്ടെങ്കിൽ ആ ദൈവം കൊന്നല്ല പറയാ. ദൈവം ഉദ്ദേശിക്കുകയാണ് ഇല്ല അയാള് പോണ്ട എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇയാൾ കുത്തിക്കൊല്ലാൻ വിചാരിച്ചാലും ചിലപ്പോൾ നടക്കൂല, നടന്നാലും ചിലപ്പോൾ അയാൾ രക്ഷപ്പെടും. അത് അള്ളാഹു ഉദ്ദേശിച്ചുണ്ട് എന്ന് പറഞ്ഞാൽ ചൂരൽ മലയിൽ ആരൊക്കെ രക്ഷപ്പെടണ്ട എന്നുള്ളത് ദൈവം തീരുമാനിച്ചു. പ്രകൃതിന്റെ ആ ക്ഷോഭം കാണിക്കും. അതിൽ ആരെ രക്ഷപ്പെടുത്തണം എന്നുള്ളതാണ് തീരുമാനം. അവർ രക്ഷപ്പെട്ടു. അല്ലാത്തവരെല്ലാം ആ പ്രകൃതിയുടെ
എന്താ പറയാ ക്ഷോഭത്തില്, പ്രകൃതിയുടെ അവസാനമുള്ള എന്താ പറയാ അതിന്റെ പ്രവർത്തനത്തിൽ അവർ മരണപ്പെട്ടു പോയി. കാരണം അവർ അള്ളാഹു താല അങ്ങനെയാണ് അള്ളാഹുടെ ഉദ്ദേശം. അതിൽ അവർ അല്ലെങ്കിൽ ശരിയാവില്ലല്ലോ. പ്രകൃതിക്കും വേണ്ട ഒരു നീതി. അള്ളാഹു നീതിമാനാണ്. നമുക്ക് മാത്രമല്ല നീതി. മറ്റവരെന്തിനും ബാക്കി വെച്ചു. ഇവരെ സംബന്ധിച്ച് മനസ്സിലാക്കി ഇവരുടെ കുറെ ചരിത്രങ്ങൾ നമുക്ക് തരാനുണ്ട്. ഈ മരണപ്പെട്ടു പോയ ആളുകളുടെ ചരിത്രങ്ങൾ, അതിൽ നിന്നും പാഠങ്ങൾ നമുക്ക് തരാനുണ്ട്. ഇവർ അള്ളാഹുവിനെ സംബന്ധിച്ച് ഇവരുടെ വിശ്വാസം എപ്രകാരമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ, വിശ്വാസികൾ ആരൊക്കെയാണ്, ഇവരിൽ വിശ്വസിക്കാത്തവരാരൊക്കെയാണ്, ഇതെല്ലാം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അള്ളാഹു തആല ചില ആളുകളെ ബാക്കിയാക്കി. അവർക്കും പാഠം, മറ്റുള്ളവർക്കും പാഠം. പക്ഷേ നമ്മൾ ഇനിയും പ്രകൃതിയെ, ഈ പ്രപഞ്ചത്തെ, ഈ ഭൂമിയെ, ഈ കടലിനെ, ഈ സമുദ്രങ്ങളെ, ഈ കായലുകളെ, ഈ കാടുകളെ നമ്മൾ നശിപ്പിക്കാനുണ്ടായെന്ന് നടന്നാൽ അള്ളാഹുവിന്റെ കോപം വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സൂറത്തുൽ അഅറാഫിൽ 56-ാമത്തെ ആയത്ത്, സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു തആല പറയാണ്, വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. നന്മ വരുത്തിയതിനു ശേഷം ഭൂമിയിൽ നിങ്ങൾ നാശം ഉണ്ടാക്കി. അല്ലാഹു തആല നിങ്ങൾക്ക് നന്മ വരുത്തി തന്നു, അല്ലെങ്കിൽ മുൻഗാമികളായ നിങ്ങളുടെ പൂർവികര് നിങ്ങൾക്ക് ഭൂമിയിൽ വെള്ളം, മരം നട്ടു തന്നിട്ടുണ്ട്, മറ്റുള്ള കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് നന്മ വരുത്തി തന്നു. അതിനുശേഷം നിങ്ങൾ നാശം ഉണ്ടാക്കരുത് ഭൂമിയിൽ. നിങ്ങൾ അവനോട് ഭയഭക്തിയോട് കൂടിയിട്ടും പ്രതീക്ഷ വെച്ചുകൊണ്ടും ആ അള്ളാഹുവിനോട്, ആ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. നന്മ ചെയ്യുന്ന, പ്രത്യുപകാരം ചെയ്യുന്ന, നന്മ ചെയ്യുന്ന ആളുകൾക്ക് എന്തുണ്ട്? അള്ളാഹുവിന്റെ അനുഗ്രഹം വളരെ അടുത്താണ്. ഇന്ന റഹ്മത്തല്ലാഹ്, തീർച്ചയായും അള്ളാഹുവിന്റെ അനുഗ്രഹം, ഖരീബുൻ വളരെ അടുത്താണ്, മിനൽ മുഹ്സിനീൻ. ആരോടടുത്താണ്? മുഹ്സിനീങ്ങളോട്, നന്മ ചെയ്യുന്നവരോട് അള്ളാഹുവിന്റെ റഹ്മത്ത് അടുത്താണ്. അതുകൊണ്ട് നിങ്ങൾ നന്മ ചെയ്യുക, പ്രശ്നം ഉണ്ടാക്കരുത്, അതാണ് റഹ്മത്ത് ഉണ്ടാവില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ എന്നൊക്കെ ഖുർആനിൽ ആശയം വരുന്ന ആയത്ത് ഖുർആനിൽ കാണാൻ സാധിക്കും. തീർച്ചയായും അല്ലാഹു തആല ഈ നാശം ഉണ്ടാക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടൂല. എന്നിട്ട് നമ്മൾ പറയുന്നത് കാരുണ്യം കാണിക്കണം. കാരുണ്യം എങ്ങനെ കാണിക്കാനാണ്? ഇഷ്ടപ്പെടില്ല. ഒരു ഉറുമ്പായിരിക്കും കുത്തിയിട്ടുണ്ടാവുക, എന്താ ചൊറിഞ്ഞിട്ടുണ്ടാവുക. നമ്മളായിട്ട് ചൊറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുത്തിയിട്ടുണ്ടാവുക, ആ ഉറുമ്പ് കടിച്ചിട്ടുണ്ടാവുക. ആ ഒരു ഉറുമ്പിനെ നമ്മൾ ആ ദേശത്തിലാവും നമ്മൾ എന്ത് ചെയ്യണത്? കാലയോട് ആ ചൊറിയണേ. എത്രയോ നിരപരാധികൾ ഉറുമ്പുകൾ അതിൽ പെട്ടുപോകും. എന്ന് പറഞ്ഞാൽ ഭൂമിയെ ചൊറിഞ്ഞോര് വേറെ ആയിരിക്കും, പക്ഷെ ഭൂമിയാണ്ട് പ്രവർത്തിക്കുമ്പോ അതിലെല്ലാരും പെട്ടുപോകും. അതിന് ഹദീസിൽ കാണാൻ സാധിക്കും. ശേഷം അല്ലാഹു തആല അതിൽ നല്ലവരെ നല്ല രീതിയിൽ പുനർജീവിപ്പിക്കും. അവർക്ക് ചെയ്ത നന്മക്ക് പ്രതിഫലം കൊടുക്കും. പക്ഷെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, പ്രതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും അതിൽ പെട്ടുപോകും. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥിതി നമ്മൾ എന്ത് ചെയ്യണം? ബുദ്ധിയുള്ളവര്, അത് ഖുർആനിൽ കാണാൻ സാധിക്കും. കൂനു മഅസ്വാദിഖീൻ. സത്യം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത ആളെ കൂടി തെക്കവ ചെയ്താൽ മാത്രം പോലെ. സത്യം പറയുകയും പ്രവർത്തിക്കുകയും കൂടണം. അവർ പറയണത് പോലെ നിങ്ങൾ കൂടണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യണം? അങ്ങനത്തെ ആളുകൾ, അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്ന് മാറിയിട്ട്, അങ്ങനെ ആരെങ്കിലും ഫസാദ് ഭൂമിയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, എല്ലാം വെട്ടി നശിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്നിട്ട് മാറി, അങ്ങനെയുള്ള മലകളിൽ നിന്നും ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നമ്മളിട്ട് മാറിയിട്ട് നമ്മൾ വേറെ സ്ഥലത്ത് എന്നാ പിന്നെ അതിൽ പെടൂല. അല്ലെങ്കിൽ അവിടെ അക്രമകാരികളുടെ മേലെ വരുന്നത് നമ്മളും അതിൽ പെട്ടുപോകും. അതിന് അള്ളാഹ് പഠിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായി? മനുഷ്യരെ വളരെയധികം ബഹുമാനിച്ചിട്ടുണ്ട് അള്ളാഹു തആല. മനുഷ്യരെ അള്ളാഹുത്തിൽ വെച്ചിട്ടുണ്ട് മറ്റുള്ള സൃഷ്ടികളെക്കാൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിൽ 70-ാമത്തെ ആയത്ത് നോക്കാം. അതിൽ അള്ളാഹ് പറയുന്നുണ്ട്, വലഖദ് കറംനാ ബനീ ആദം. തീർച്ചയായും ആദം സന്തതികളെ നാം ആദരിച്ചു. അല്ല നമ്മൾ വിചാരിക്കേണ്ട ആദം സന്തതികൾ ഒന്നാകെ നശിപ്പിക്കണം. അല്ല, അള്ളാന്റെ പണി ആദരിക്കലാണ്. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇതേപോലെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എല്ലാം അള്ളാന്റെ അടിമ സൃഷ്ടികൾ തന്നെയല്ലേ, ഭൂമി ആയാലും സമുദ്രം ആയാലും ഒക്കെ. അപ്പൊ അള്ളാഹു തആല അവർക്കും അവരുടെ കൂടെ ഒന്ന് കൂടും, എന്നിട്ട് നമുക്ക് പണി തരും. എല്ലാവരും ഒന്ന് ശരിയാകും. ഈ നല്ലവരെന്ന് പറഞ്ഞാൽ നമ്മളെ പോലത്തെ നമ്മളിങ്ങനെ വാദിച്ചെടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മൾ കൂടി അതിന് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ പണി തരും. അല്ല കാക്കട്ടെ. അപ്പൊ അങ്ങനത്തെ കാര്യത്തിൽ നമ്മൾ പ്രതികരിക്കണം. അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ അതിനെ വിരോധിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അല്ലാഹ് പറയുന്നു, വലഖദ് കറംനാ ബനി ആദമ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ. എന്നിട്ട് അല്ലാഹ് പറയുന്നു, ആദം സന്തതികൾ ബഹുമാനിച്ചു എന്ന് മാത്രമല്ല, നാം അവരെ കടലിലും കരലിലും ചുമന്നിരിക്കുന്നു. അതായത് വാഹനങ്ങളിൽ കയറ്റിക്കൊണ്ട് നാമാണ് അവിടെ ചുമന്നു കൊണ്ടുപോകുന്നത്.
കടലില് കപ്പലുകളിലായിക്കൊണ്ട് വള്ളങ്ങളിലായിക്കൊണ്ട് അല്ലെ, അതുപോലെ തന്നെ കരയിലും വാഹനങ്ങളിലായിക്കൊണ്ട്, മൃഗങ്ങളുടെ പുറത്താണെങ്കിലും ശരി, ഇനി യന്ത്ര വാഹനങ്ങളുടെ പുറത്ത് ആണെങ്കിലും ശരി, അള്ളാഹുവാണ് നമ്മൾ ചുമന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള ഹിക്മത്തൊക്കെ ശാസ്ത്രത്തിന് ഈ ശാസ്ത്രജ്ഞന്മാരുടെ മനസ്സിൽ ബുദ്ധി കൊടുത്തതും ശാസ്ത്രജ്ഞന്മാർക്ക് ജീവനം കൊടുത്തതും വിവേകം കൊടുത്തതും അവരുടെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയതും ഏകനായകരുടെ ശാസ്ത്രജ്ഞന്മാരുടെ ബുദ്ധിയെയും അവർക്ക് ഇൽമു നൽകിയ അള്ളാഹുവാണ്. അങ്ങനെ അള്ളാഹ് പറയാണ്, നാം അവരെ ചുമന്നിരിക്കുന്നു. നല്ല ഭക്ഷണങ്ങളിൽ നിന്നും നാം അവരെ ഭക്ഷിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ആദം സന്തതികളെ എന്ത് നല്ല ഭക്ഷണങ്ങൾ അള്ളാഹ് നൽകുന്നുണ്ട്, അതൊക്കെ നമ്മൾ മറക്കാണ്. അപ്പൊ നമുക്ക് അള്ളാഹ് ഓർമ്മയില്ല. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീട്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത് കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നു. പക്ഷെ അള്ളാഹുവാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. ശുക്ർ ചെയ്യണം. ആ ആദം സന്തതികളെ നമ്മൾ വളരെയധികം ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. എങ്ങനത്തെ ശ്രേഷ്ഠത? മറ്റുള്ള മിക്ക സൃഷ്ടികളെക്കാളും ശ്രേഷ്ഠത ആർക്ക് നൽകിയിരിക്കുന്നു? ഈ ആദം സന്തതികൾക്ക് നാം നൽകിയിരിക്കുന്നു എന്ന് അള്ളാഹ് പരിശുദ്ധ ഖുർആനിലൂടെ പറയാണ്. സൂറത്തുൽ ഇസ്രാഈൽ 70-ാമത്തെ ആയത്ത്. ഇങ്ങനെ ഭൂമി നൽകി, നമ്മൾക്ക് ആഹാരം നൽകി, നമ്മെ വാഹനപ്പുറത്തേക്ക് നമ്മളെ സഞ്ചരിപ്പിച്ചു. ഇങ്ങനെ ആദരിച്ചിട്ട് അള്ളാഹു താല നമുക്ക് പ്രവാചകരായിട്ട് സന്ദേശം നൽകുകയാണ്. എന്താണ്? ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തുണ്ട്? ഒരു ഉത്തരവാദിത്തമുണ്ട്. അള്ളാഹു സന്ദേശം അറിയിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഭൂമിയോട് ഒരു ഉത്തരവാദിത്തമുണ്ട്, നിങ്ങൾക്ക് ആകാശങ്ങളോട് ഉത്തരവാദിത്തമുണ്ട്, നിങ്ങളുടെ സഹപാഠികളോട് ഉത്തരവാദിത്തമുണ്ട്, നിങ്ങളുടെ അയൽപക്കക്കാരോട് ഉത്തരവാദിത്തമുണ്ട്. അവരോടെല്ലാം നല്ല രീതിയിൽ പെരുമാറണം. നിങ്ങളൊരു അയൽവാസിയോട് പോലും നീ നല്ല രീതിയിൽ പെരുമാറാൻ പാടുള്ളൂ. നിന്റെ സുഹൃത്തുക്കള്, അന്യമതസ്ഥര്, ഏത് മതത്തിൽപ്പെട്ടവരായാലും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, അവർ മനുഷ്യരാണ് എന്നുള്ള നിലയ്ക്ക് അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അള്ളാഹിനോട് ബന്ധപ്പെടുത്തിയിട്ട് അവരെ സ്നേഹിക്കണം, അവരോട് കാരുണ്യം പ്രവർത്തിക്കണം. അത് ചെറിയ ഉറുമ്പായാലും ശരി, ചെറിയ ചെറിയ ജീവികളായാലും ശരി, പറവകളാണെങ്കിലും ശരി, അവരോടൊക്കെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമുക്ക് ഈ പ്രപഞ്ചത്തിനോട് ഉത്തരവാദിത്വം, സഹോദരന്മാരെ സഹോദരികളെ. നമുക്ക് ഈ മലകളോടും ആ മലകളോടും അതുപോലെ തന്നെ ഈ സസ്യലതാദികളോടും എല്ലാം ഉത്തരവാദിത്വങ്ങളുണ്ട്. നമുക്ക് ചില കടമകളുണ്ട് അവരോട് ചെയ്യാൻ. അവരോട് നമ്മൾ എങ്ങനെ പെരുമാറണം എന്ന് പ്രവാചകരെ അയച്ചുകൊണ്ട് നമ്മുടെ ദൈവമായ അള്ളാഹു, സൃഷ്ടാവായ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതൊന്നും ഉൾക്കൊള്ളാൻ ആർക്കും തയ്യാറല്ല. ദൈവനിഷേധികളായി ധിക്കാരികളായി വീണ്ടും മാറിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ അദാബിനെ വീണ്ടും നമ്മൾ എന്താണ് വിളിച്ചു വരുത്താൻ. നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കി ഈ പ്രകൃതിയോട്, അള്ളാഹു നൽകിയ പ്രകൃതിയോട് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാണ്. മനസ്സിലാവുന്ന ഇവിടെയുള്ള സഹജീവികളുടെ കാര്യങ്ങൾ ഒന്നിനും കോട്ടം വരുത്താതെ തന്റെ കുടുംബത്തോട് എങ്ങനെ കടമ, എല്ലാറ്റിനും കടമകളുണ്ട് മനുഷ്യർക്ക്. ഈ മനുഷ്യന്നാണ് വെറുതെ തിന്ന് ജീവിക്കുക. എന്തൊക്കെ യുക്തിവാദികൾ പറയണത്? കുറെ ഭോഗിക്കുക, കുറെ തിന്ന് ജീവിക്കുക, കുറെ എന്തൊക്കെ ചിന്തിച്ച് കണ്ടുപിടിക്കുക. അള്ളാഹ് ഉദ്ദേശിക്കാതെ അനക്കൊന്നും ചിന്തിക്കാനും പറ്റൂല. ശ്വാസം വലിക്കാൻ ദൈവം ഉദ്ദേശിക്കാതെ പറ്റൂല. മനസ്സിലാവുന്ന എന്തെല്ലാം കടപ്പാട്. ആ നിലക്ക് ഈ പ്രവാചകന്മാര് ആ സന്ദേശം ഉദ്ദേശിച്ചു അവര് പറഞ്ഞ സന്ദേശങ്ങൾ അനുസരിച്ച് ഇവിടെ ഭൂമിയിൽ ജീവിക്കുകയാണെങ്കിൽ ഈ ഭൂമി സ്വർഗമായി മാറും. അങ്ങനെ ഭൂമിയെ സ്വർഗാക്കാൻ എല്ലാം എന്തുണ്ട്? അള്ളാഹു താല നൽകിയിട്ടുണ്ട്. നമ്മൾ നരകാക്കുകയാണ് ഭൂമിയെ. നമ്മളെന്താണ്? നരകാക്കാണ്, നശിപ്പിക്കുകയാണ്. മനസ്സിലാവുണ്ട? അള്ളാഹു താല കാത്തുരക്ഷിക്കട്ടെ. മഹാനായ അബൂദാവൂദ് എന്നിവർ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ചുരുക്കാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട്. എന്താ പറഞ്ഞത്? ഈ വൃക്ഷങ്ങൾ നമ്മൾ മുറിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, വഴിപ്പോക്കരും മൃഗങ്ങളും തണൽ കൊള്ളുന്ന പ്രദേശത്തുള്ള മരങ്ങൾ, അതായത് വഴിപോക്കന്മാർ, വഴിയാത്രക്കാർ, മൃഗങ്ങൾ, ഇവരൊക്കെ തണൽ കൊള്ളുന്ന വഴികളുണ്ടല്ലോ, പ്രദേശങ്ങളുണ്ടല്ലോ, അവിടെയുള്ള മരങ്ങള് ആരെങ്കിലും മുറിച്ചാൽ അവന്റെ തല അള്ളാഹു നരകത്തിലേക്ക് എറിയും. അപ്പൊ എത്ര കോപമാണ് അള്ളാഹ്ക്ക് മരം മുറിക്കണവരോട്. മരം മുറിക്കാം, ഈ ഭൂമിയിലുള്ള ഓരോന്നും നമുക്ക് ഉപയോഗിക്കാം, നമുക്ക് വേണമെങ്കിൽ വെട്ടിമാറ്റാം. പക്ഷെ മനുഷ്യന് അത്യാവശ്യമായത് എന്താണോ അത് മാത്രമേ ഭൂമിയിൽ നിന്നും അവൻ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ സസ്യങ്ങളിൽ നിന്നും അവൻ മുറിക്കേണ്ടത് അത്യാവശ്യമായത് മാത്രമേ മുറിക്കാൻ പാടുള്ളൂ.
അങ്ങനെ ഇവൻ പോവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതിന് നമുക്ക് അനുവാദം തന്നിട്ടുണ്ട്. പക്ഷെ ഒരാൾക്ക് അത്യാവശ്യമല്ലാത്തതാണ് നമ്മൾ എന്ത് ചെയ്യണത്, പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ്ടും ആഡംബരമാക്കാൻ വേണ്ടി റിസോർട്ടുകളായിട്ടും മറ്റുള്ള കാര്യങ്ങളായിട്ടും മരങ്ങളും കാടുകളും വെട്ടി നശിപ്പിച്ചിട്ടാണ് അവിടെ ഇതൊക്കെ പൂക്കുന്നത്, ഇതെല്ലാം പൊന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ ഉണ്ടാവുക, മരങ്ങൾ പോയാൽ എന്താ ഉണ്ടാവുക, എന്താപ്പോ ഈ മരങ്ങളാണ് ഭൂമിയെ പിടിച്ചു നിർത്തുന്നത്. മരങ്ങള്, ഈ മരങ്ങളുടെ വേരുകളാണ് ഭൂമിയെ പിടിച്ചു നിർത്തുന്നത്. ഭൂമിക്ക് ബലമാണത്. ഉരുൾപൊട്ടലില്ലാതെ ഈ വെള്ളത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ടും ഭൂമിയുടേതായ നിലനിൽപ്പ് ചെയ്യുന്നത് ആരാ? അല്ലാഹു തആല പർവ്വതങ്ങളെ കൊണ്ടും മരങ്ങളുടെ വേരുകളെ കൊണ്ടാണ്. ഇതൊക്കെ നശിപ്പിച്ചു പോവാണ്. ഭൂമിയുടെ താങ്ങാണ് പോണത്. ഭൂമിക്ക് താങ്ങും തണലുമാണ് ആ മരങ്ങള്. ഭൂമിയുടെ ക്രൂരതയാണ് ചെയ്യുന്നത് മനുഷ്യൻ. മനസ്സിലാവും? അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, വഴിപോക്കറും മൃഗങ്ങളും തണൽ കൊള്ളുന്ന പ്രദേശങ്ങളിലുള്ള മരങ്ങളാരെങ്കിലും വെട്ടിമുറിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല അവന്റെ തലയെ നരകത്തിലേക്ക് എറിയും. പ്രവാചകർ അള്ളാഹിന്റെ റസൂലാണ്, അള്ളാഹിന്റെ പ്രവാചകരാണ്. അവര് സ്വന്തമായിട്ടൊന്നും പറയില്ല, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സന്ദേശമാണ് അള്ളാഹുന്റെ റസൂൽ തന്നിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ മഹാനായ അഹ്മദ് റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉണ്ട്. ഏതാ ഹദീസ്? എല്ലാവർക്കും അറിയുന്ന ഹദീസാണ്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു സമുദ്രത്തിൽ നിന്ന് ഉതെടുക്കുമ്പോ വല്ലാതെ വെള്ളം ഉപയോഗിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ കണ്ടുവരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ സഅദ് എന്തൊരു ദൂർത്താണിത്, എന്തൊരു ഇസ്രാഫാണ്. സഅദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സമുദ്രത്തിലും നിന്ന് ഉതെടുത്താൽ വെള്ളം ദൂർത്താവോ? ആ സമുദ്രത്തിൽ അത്ര അധികം ഇല്ലേ? അപ്പൊ അല്ലാഹു തആലയുടെ റസൂൽ പറഞ്ഞു, അതെ. സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണ്? ഒഴുകുന്ന സമുദ്രത്തിലും ദൂർത്താവോ എന്ന് ചോദിക്കണം. അങ്ങനെ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാൽ അള്ളാഹുവിന്റെ റസൂലും അതേ, ഒഴുകുന്ന സമുദ്രത്തിലായാലും ദൂർത്തം. വെള്ളത്തെ തടഞ്ഞു നിർത്താൻ പാടില്ല. ഒരു നമ്മളായി കഴിഞ്ഞാൽ നമ്മളുടെ കയറിക്കൊള്ളാം. നമ്മളെ അത്യാവശ്യമുള്ള ഇത് കഴിഞ്ഞാല് പിന്നെ നമ്മളവിടെ നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ ആ സമുദ്രത്തിൽ വെള്ളത്തിൽ നിൽക്കുമ്പോ എത്ര നേരം വെള്ളം അത്രയും കുറഞ്ഞ ഇതല്ലേ നമ്മൾ അവിടെ തടയപ്പെടുന്നുള്ളൂ മനുഷ്യൻ നിൽക്കുമ്പോ. അപ്പൊ അത്യാവശ്യമുള്ള ഒന്ന് വേഗം എടുത്തിട്ട് പെട്ടെന്ന് ആ സമുദ്രത്തിൽ കയറാൻ, അതായത് ആ കായലിൽ നിന്ന് നീ കയറണം, വെള്ളം പോട്ടെ, വെള്ളത്തെ തടഞ്ഞു നിർത്താൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മനസ്സിലാവുന്ന, ഒഴുകുന്ന വെള്ളത്തെ തടഞ്ഞു വെക്കാൻ പാടില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളെ ഉപദേശിക്കുന്നു. ഇസ്ലാം ഉന്നതമായ മതമാണ്, ഉന്നതമായ സംസ്കാരമാണ് ഇസ്ലാം നമ്മളിലേക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിലേക്ക് പഠിപ്പിച്ചു. അതുകൊണ്ടാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, നബിയെ തങ്ങളെ ജനങ്ങൾക്ക് ഈ ലോകത്തിന് തന്നെ, ആലമീൻ എന്ന് പറഞ്ഞാൽ ഈ ലോകങ്ങൾക്ക് അനുഗ്രഹിയായിട്ടുള്ള നബിയെ തങ്ങളെ പഠിച്ചു. ആലം എന്ന് പറഞ്ഞ ലോകം, ഇത് ലോകങ്ങൾ, അതായത് സൗരയൂഥങ്ങൾ, ഗാലക്സികൾ, എത്രയോ ഗാലക്സികൾ ഉൾക്കൊള്ളുന്ന ലോക്കൽ ഗ്രൂപ്പുകൾ. ഒരു സൗരയൂഥത്തിൽ തന്നെ എത്ര ഗ്രഹങ്ങളുണ്ട്, അങ്ങനെ എത്രയോ സൗരയൂഥങ്ങൾ, അതിലൊക്കെ ജീവജാലങ്ങളുണ്ട്. മനുഷ്യരെ പോലുള്ളത് അല്ലാതെ മാത്രമേ ഉള്ളൂ. വെറുതെ അതൊന്നും പടക്കൂല. ഇങ്ങനത്തെ എത്രയോ സൗരയൂഥങ്ങൾ കൂടിയാലാണ് ഒരു ഗാലക്സി ആവുക. അപ്പൊ അല്ലാതെ പ്രപഞ്ചം എത്രയുണ്ട്, അതിലൊക്കെ ഭൂമിയോട് സമാനമായിട്ട് അന്തരീക്ഷമുള്ള ഓരോ സൗരയൂഥത്തിലുണ്ട്. ഇപ്പൊ നമ്മളുടെ സൗരയൂഥം ഉള്ള ഗാലക്സി, ആ ഗാലക്സി അനേകം സൗരയൂഥങ്ങളുണ്ട്. നമ്മുടെ ഭൂമി സൂര്യനിൽ നിന്നും പ്രത്യേക ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഭൂമി ഇരിക്കുന്നത്. ഈ ഭൂമിയിൽ അല്ലാഹു തആല ഇതിനാ ഡിസ്റ്റൻസിൽ വെച്ചു. അവിടെ ജന്തു ജീവജാലങ്ങൾക്ക്, മനുഷ്യർക്കൊക്കെ താമസിക്കാനുള്ള പ്രത്യേക അന്തരീക്ഷം ഉണ്ടായി. ഇതേപോലെ ഓരോ സൗരയൂഥങ്ങളും ഇതേപോലെ ഭൂമി ഉണ്ടാവില്ല ഈ ഡിസ്റ്റൻസിലുള്ള. അവിടെ മനുഷ്യർ തന്നെ ഉണ്ടായിക്കൂടെ? അതിലൊന്നും ഖുർആനിലൊന്നുമല്ല മനുഷ്യരുണ്ടാവില്ല എന്നൊന്നും ഖുർആനിൽ നോക്കിയാലും ഹദീസിൽ നോക്കിയാലും കിട്ടൂല. എത്ര ഭൂമികളുണ്ട് ഒരു ഗാലക്സിയിൽ. അതുപോലെ അതേപോലെ എത്രയോ ഗാലക്സികൾ, ഓരോ ഗാലക്സിയിലും അനേകം സൗരയൂഥങ്ങൾ. അങ്ങനെ എത്രയോ ഗാലക്സികൾ കൂടിയത് ഒരു ലോക്കൽ ഗ്രൂപ്പ്. അങ്ങനത്തെ 7 ലോക്കൽ ഗ്രൂപ്പുകളോ മറ്റോ ഇപ്പൊ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന പ്രപഞ്ചം അല്ലാഹു തആല സൃഷ്ടിച്ചു. അല്ലേ? 1,24,000 പ്രവാചകന്മാരെ അല്ലാഹു തആല അയച്ചു. അല്ലേ? ചിന്തിക്കാൻ വകുപ്പില്ലേ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുതൽ ഈ പ്രവാചകൻ നമ്മുടെ നബിയ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ കാലം വരെ ഓരോ പ്രവാചകന്മാരുടെ കാലയളവ് നോക്കിക്കഴിഞ്ഞാൽ എത്ര പ്രവാചകന്മാർ വന്നിട്ടുണ്ടാവും?
ഈ 1,24,000 പ്രവാചകന്മാര് നിങ്ങൾക്ക് മുന്നേ നിങ്ങൾക്ക് മുന്നേ കബിലിഹിം പ്രവാചകന്മാർ വന്നു പോയിട്ടുണ്ട്. അത് ഒക്കെ ഈ ഭൂമിയിൽ തന്നെ ആണെന്നൊന്നും എന്ത് ചെയ്യണ്ട. അത് അല്ലാഹു തആല എവിടാണ്? അല്ലാഹു തആല എത്രയും ഭൂമികൾ ഇവിടെ ഉണ്ട്, സൗരയൂഥങ്ങളുണ്ട്. ഇവിടെ നമ്മള് നടക്കുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഈ വരെ നമ്മള് ഇപ്പൊ ഈ കാലഘട്ടമായി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മുന്നേയും ഭൂമിയുണ്ട്, അതിന്റെ മുന്നേയും എന്താ അല്ലാഹു തആലക്ക് സൃഷ്ടിക്കായി ഒന്നുമില്ലല്ലോ. അല്ലാഹു തആലക്ക് വേണമെങ്കിൽ മനുഷ്യരെ സൃഷ്ടിച്ചൂടെ? സൃഷ്ടിച്ചിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഖുർആനോട് ഹദീസ് കൊണ്ട് തെളിവൊന്നും കിട്ടില്ല. എത്രയോ 1,24,000 അമ്പിയാക്കൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ആദമൊന്നും ഈ ഭൂമിയിൽ പോലെ അതിന്റെ മേലെ ഇതിനേക്കാൾ ആദം നബി അലൈഹി സ്വലാം എത്ര നീളമുള്ളവരായിരുന്നു, എത്രയോ നീളമുള്ളവരായിരുന്നു അവർ. മൂസാബിന്റെ കാലത്ത് വളരെ നീളമുള്ളവരാണ്. അവരെക്കാൾ നീളമുള്ള മനുഷ്യനും ചിലപ്പോൾ ഉണ്ടാവാം ഈ ജനതയുടെ മുന്നേ. മനുഷ്യരെ സൃഷ്ടിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിക്കുമ്പോൾ മലക്കളോട് ചോദിച്ചെന്ന് സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അല്ലെ, നമ്മൾ ഈ ജനതയെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അല്ലാഹു തആല ചോദിച്ചു, ഞാൻ ഭൂമിയിലേക്ക് ഒരു പ്രതിനിധിയെ അയക്കാൻ ഉദ്ദേശിക്കുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മലക്കൾ എന്താ പറഞ്ഞ? അള്ളാഹു ഈ രക്തച്ചൊരിച്ചിലുണ്ട കുത്തും കൊലയും രക്തച്ചൊരിച്ചിലുണ്ടാകുന്ന ഈ വിഭാഗത്തെ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് പറഞ്ഞേക്കുന്നത്? അപ്പൊ മലക്കൾക്ക് ഒരു ധാരണയുണ്ട്. അതിന് തഫ്സീറായിട്ട് മഹാന്മാരെ എഴുതുന്നത് എന്താ? ഇതേപോലെയുള്ള ജനവിഭാഗത്തിന് മുന്നേ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവര് രക്തച്ചൊരിച്ചിലുകളും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അല്ലാഹു തആല നശിപ്പിച്ചു കളഞ്ഞതാവാം. അത് ജിന്നുകളാവാം, പല നിലക്കും അതൊക്കെ ആവാം എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ കുറഞ്ഞ വിജ്ഞാനം നമുക്ക് തന്നിട്ടുള്ളൂ. ആകെ 25 അമ്പിയാക്കൾ, 1,24,000 25 അമ്പിയാക്കളെ പേരെ നമ്മുടെ മുന്നിൽ വിവരിക്കപ്പെട്ടിട്ടുള്ളൂ. ഇതിനിടയിൽ എന്താ അങ്ങനെ അങ്ങോട്ട് തുറ്റായിട്ട് അമ്പിയാക്കൾ അങ്ങോട്ട് ഒരു ജനതയെ കണ്ടയക്കാൻ ഒരു 500 വർഷത്തിന് ശേഷം, 1000 വർഷത്തിന് ശേഷമൊക്കെ ഒരു നബി വരുന്നത്. ഇന്നത്തെ അത്ര ജനറേഷൻ അന്നില്ല. പല ഭൂമിയുടെ ഭാഗങ്ങളും ആരുമില്ല. എല്ലായിടത്തും നബിമാരും ഇങ്ങനെ ആയിട്ട് അങ്ങനൊന്നല്ല. കുറെ ചിന്തിക്കേണ്ടതുണ്ട്. പക്ഷെ അതൊന്നും ചിന്തിക്കൽ നമുക്ക് അത്യാവശ്യമല്ല. വ്യക്തമായിട്ട് പരിശുദ്ധ ഖുർആനും ഹദീസും വ്യക്തമായ കാര്യങ്ങളെ നമുക്ക് വിശ്വസിക്കേണ്ടതുള്ളൂ, അത് ഉറപ്പിക്കാം. പക്ഷെ മറ്റുള്ളതിനെ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇതേപോലെ പല അല്ലാഹു തആലക്ക് ഇഷ്ടംപോലെ സൃഷ്ടികളുണ്ട്. മനസ്സിലാവുണ്ട? നമ്മളെക്കാൾ ഈ മനുഷ്യന്മാർ, ഈ മനുഷ്യവർഗം, ഞാൻ ആദ്യത്തിന്റെ കാലം മുതലുണ്ട് കൂട്ടിക്കോളും, അതിനേക്കാൾ ഭീമാകാരായ മനുഷ്യവർഗത്തെ ഇതിന് മുന്നേ സൃഷ്ടിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ അല്ലാഹുവാണ് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് അമ്പിയാക്കൾ മുന്നേയും വന്നിട്ട് 1,24,000 അമ്പിയാക്കൾ മനുഷ്യകുലത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ മനുഷ്യകുലം എവിടെ? അല്ലേ, മിഅ്റാജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പോയില്ലേ? നരകത്തിൽ മനുഷ്യരെ കണ്ടില്ലേ? സ്വർഗത്തിൽ കണ്ടില്ലേ? ചിലതൊക്കെ ഈ സന്ദർഭത്തിലൊടുത്തും അല്ലാഹു തആല അതിന്റെ നിശാനുകൾ കാണിച്ചു കൊടുത്തു. ബിലാൽ റളിയല്ലാഹു തആലാന്റെ കാലടിന്റെ ശബ്ദമാണ് അവിടെ കേട്ടത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള എന്താണ് പറയാ ബിൽഡിംഗ്, അവിടുത്തെ ആ ഒരു മഹൽ, ആ ഒരു എന്താ പറയാ മണിമാളികയാണ് കണ്ടത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ കണ്ടിട്ടില്ല, ബിലാൽ റളിയല്ലാഹു അൻഹു അവിടെ കണ്ടിട്ടില്ല. കാരണം എന്താ? നമ്മളെ ഈ സമുദായത്തിന് ഖിയാമത്ത് നാൾ വന്നിട്ടില്ല, അതിന് ശേഷമാണ് അവിടേക്ക് വരുള്ളൂ. എന്നാൽ അവിടെ കണ്ടവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിൽ കണ്ടിട്ടുണ്ട്. എത്ര ആളുകളെ? എങ്ങനെ അവിടെ നരകത്തിലെത്തി? പല നിലക്കും നമുക്ക് വ്യാഖ്യാനിക്കാം. വരാൻ പോകുന്നത് കാണിച്ചു കൊടുത്തതാവാം. അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. മുന്നേ ഉള്ളതാണെങ്കിലും മുന്നേയുള്ള ഇതേപോലുള്ള മനുഷ്യന്മാര് അവര് അതിന്റെ പരിതഫലം അവർക്ക് ഉണ്ടായതാണെങ്കിലും. അപ്പൊ സഹോദരന്മാരെ, അള്ളാനെ നമ്മൾ ചെറുതാക്കാൻ നിൽക്കണ്ട. നമുക്ക് എത്തൂല ചിന്തിച്ച് അള്ളാഹിനെ സംബന്ധിച്ച്. ഈ പ്രപഞ്ചം, അള്ളാഹു സംബന്ധിച്ച പ്രപഞ്ചത്തിനെ സംബന്ധിച്ച് നമുക്ക് അറിയില്ല. ഈ ഭൂമിയെ പോലെയുള്ള അനേകം സൗരയൂഥങ്ങളല്ലേ, ഓരോ ഗാലക്സികളും ലോക്കൽ ഗ്രൂപ്പുകളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിലെല്ലാം ജീവജാലങ്ങളുണ്ട്. വെറുതെ അല്ലാഹു തആല ഒന്നിനെയും പടക്കില്ല. അത് ഖുർആനാണ്. ഒരു ഗ്രഹത്തെയും അല്ലാഹു തആല വെറുതെ പടക്കില്ല. ഒരു ചൊവ്വയെ, ഒരു ശുക്രനെയും, ഒരു ബുധനെയും, ഒരു നെപ്റ്റ്യൂനെയും, ഒരു പ്ലൂട്ടോനെയും, ഒരു ശനിയെ, ഒരു വ്യാഴത്തെയും ഒന്നും അത് വെറുതെ പഠിച്ചില്ല. ഒരു ഗാലക്സിയിലുള്ള ഒരു സൗരയൂഥത്തെയും, എല്ലാ ഗാലക്സികളിലുമുള്ള എത്രയോ ഭൂമികളുണ്ടെങ്കിൽ ആ ഭൂമികളെല്ലാം വെറുതെ പഠിച്ചിട്ടില്ല അല്ലാഹു തആല. അല്ലാഹു തആല ബുദ്ധിയും തന്റെ ഇടം കൊടുത്ത് ഏതെങ്കിലും ജനവിഭാഗത്തെ ഏതെങ്കിലും ഈ ഗ്രഹങ്ങളിലോ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രവാചകരെ അയക്കാതെ ഇരുന്നിട്ടുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കി തരട്ടെ. മനസ്സിലാവുന്നുണ്ടോ?
ഏതായാലും ആദ്യത്വവും അന്ത്യവുമായ എല്ലാ പ്രവാചകന്മാരുടെയും എല്ലാവരും പിൻപറ്റുന്നത് പ്രവാചകരായ അഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കാത്ത ഒരു പ്രവാചകരും ഉണ്ടായിട്ടില്ല. അത് ഏത് ഭൂമിയിലായാലും പ്രപഞ്ചത്തിലായാലും മനസ്സിലാവുന്നു. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എല്ലാവരുടെയും നേതാവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നേറാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നലെ ഞാൻ നിർത്തുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹുവിൽ വിശ്വസിക്കുക. ഈ വല്ലാത്ത പ്രപഞ്ചത്തിൽ, ഈ ശൂന്യാകാശത്തിൽ, നമ്മുടെ അറിവനുസരിച്ച് പറയാം, ശൂന്യാകാശത്തിൽ വളരെ സന്തുലിതാവസ്ഥയോടുകൂടി നീങ്ങിക്കൊണ്ടിരിക്കുന്ന കൃത്യമായിട്ടുള്ള പാതയിലൂടെ, കൃത്യമായിട്ടുള്ള ക്ഷീരപഥങ്ങളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഓരോ സൗരയൂഥങ്ങളിലുള്ള ഓരോ ഗ്രഹങ്ങളെ, ഓരോ ഗാലക്സികളെ നിശ്ചിതമായിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസിൽ നിർത്തി സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പ്രപഞ്ചത്തെ മൊത്തം ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം, ഒരു അല്ലാഹു, ഇതിനെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹു, ഇതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹു, ആ അല്ലാഹുവിനെ നിഷേധിക്കേണ്ടത്. ഇതൊന്നും വെറുതെയാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായിട്ടുള്ള ക്ഷീരപഥങ്ങൾ, കൃത്യമായിട്ടുള്ള എന്താ പറയാ ഭ്രമണപഥങ്ങളാണ്. അതൊന്നും വെറുതെ അങ്ങോട്ടും കൊണ്ട് ഏഴാം കോണായിട്ടൊന്നും പോണില്ല. അങ്ങനെ പോവാൻ തുടങ്ങി നിമിഷം ഇന്ന് നമ്മളിവിടെ ഉണ്ടാവില്ല. ഒരു ഗ്രഹം മാറി തെന്നിമാറി വന്നാൽ മതി, ഭൂമി ഉണ്ടാവില്ല. ഒരു നക്ഷത്രം തെന്നിമാറി വന്നാൽ മതി, ഈ സൗരയൂഥം തന്നെ ഏർപ്പെടുണ്ടാവില്ല. അപ്പൊ അത് വെറുതെ നമ്മൾ കുറഞ്ഞ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് എന്തെങ്കിലും അവിടെ ഇവിടെ കണ്ടുപിടിച്ച് എന്തെങ്കിലും ആവുമ്പോഴത്തിന് നമ്മൾ വലിയ ബുദ്ധിമാനികളാണെന്ന് മനസ്സിലാക്കിയിട്ട് ദൈവനിഷേധികളായി പോകണം. അല്ലാഹു റഹ്മ ചെയ്യട്ടെ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട, ഞാൻ അടങ്ങുന്ന എൻ്റെ സ്നേഹമുള്ള എൻ്റെ കേരളീയ ജനതയോട് പറയാനുള്ളത്, നമ്മളുടെ പരിസ്ഥിതിയെ നമ്മൾ സ്വന്തം സൂക്ഷിക്കും. നമ്മളെ വീട്, ചുറ്റുപാട്, നമ്മളെ പ്രകൃതി, നമ്മളെ സ്വന്തം വീട് അത് നല്ലത് വൃത്തിയുള്ളതായിട്ട് സൂക്ഷിക്കും. നമ്മളെ എൻവയോൺമെന്റ്, അതുപോലെ തന്നെ നമ്മളുടെ ലൊക്കേഷൻ, ഇങ്ങനെ ഓരോരുത്തരും അവരുടെ ലൊക്കേഷൻ, അവരുടെ മഹല്, അല്ലെങ്കിൽ അവർ ഉൾക്കൊള്ളുന്ന ആ സമൂഹം, അല്ലെങ്കിൽ ഞാൻ പൊന്നാനിയാണ്, പൊന്നാനി ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം, ഇങ്ങനെ ഓരോരുത്തരും അതിന്റെ സംരക്ഷണത്തിനായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുകയും അതിൻ്റെതായ കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് ഇവിടുത്തെ സ്വത്തുക്കളെയും സമ്പത്തുകളെയും, ഇവിടെയുള്ള കുളങ്ങളെയും, ഇവിടെയുള്ള നദികളെയും, ഇവിടെയുള്ള മലകളെയും, ഇവിടെയുള്ള മണ്ണിനെയും നാം എങ്ങനെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് നമ്മൾ ശരിക്ക് ചിന്തിച്ചുകൊണ്ട് അതിനുവേണ്ടി മുന്നേറാണെങ്കിൽ അള്ളാഹു വല്ലാത്ത സന്തോഷം, അള്ളാഹുവിന് വലിയ ഒരു ഇഷ്ടം നമ്മളോട് തോന്നും. ഈ ബലാലുകളൊക്കെ അള്ളാഹു തആല നമ്മളിൽ നിന്ന് ഉയർത്തി തരും. എന്നിട്ട് അള്ളാഹു നമ്മളെ മേൽ റഹ്മത്തിറക്കും. അങ്ങനെ റഹ്മത്തിറക്കും അള്ളാഹു തആല, നമ്മളെ അനുഗ്രഹർക്കും അള്ളാഹു തആല നമ്മളിത് ബലാഹ് മാറ്റി തരും. അതിനുള്ള സൂചനകളെ നമുക്ക് തരുന്നത്, സൂചനകളാണ് തരുന്നത്. കേരളത്തില് ഇനി എത്രയോ ജനങ്ങൾ എവിടേക്കോ വസിക്കുന്നുണ്ട്, അവർക്ക് ഒരു ചെറിയ സൂചന തരുന്നത്. ഇനിയെങ്കിലും നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹ് നമ്മളെ രക്ഷിക്കാൻ തയ്യാറാണ്. മനസ്സിലാവും. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. അല്ലാഹ് പരിശുദ്ധ ഖുർആനിൽ പറയാണ്, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ, ആ ഗ്രാമവാസികൾ ഉണ്ടല്ലോ, തീർച്ചയായും ഗ്രാമത്തിലുള്ള ആള്, അഹ്ലൽ ഖുറാ എന്ന് പറഞ്ഞ ഗ്രാമവാസികൾ. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ, ഈ ഗ്രാമവാസികളായ ആളുകൾ ദൈവത്തെ വിശ്വസിക്കുകയും അള്ളാഹുവിനെ വിശ്വസിക്കുകയും വത്തഖൗ, എന്നിട്ട് അവൻ പറഞ്ഞ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ ലഫതഹ്നാ അലൈഹിം, അവരുടെ മേൽ നാം അത് തുറന്നു കൊടുക്കും, ബറകാത്തി മിനസ് സമാഇ വൽ അർദ്, ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നുമുള്ള ബറക്കത്തുകളെ, അനുഗ്രഹങ്ങളെ നമ്മളത് തുറന്നു കൊടുക്കും അവർക്ക്. അല്ലാഹ് പറയാൻ, അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ മശായിഖന്മാര്, മാതാപിതാക്കള്, ഇണകൾ, സന്താനങ്ങള്, ഉസ്താദുമാര്, നമ്മുടെ ശിഷ്യന്മാര്, ശിഷ്യകള്, മറ്റു ജനങ്ങള് എല്ലാവരെയും അല്ലാഹു തആല, പ്രത്യേകിച്ച് കേരളത്തിന്റെ ജനതയെ, കേരളീയർ എല്ലാവരെയും അല്ലാഹു തആല, ഇന്ത്യക്കാരെല്ലാവരെയും അല്ലാഹു തആല, പ്രപഞ്ചത്തിലുള്ള എല്ലാവരെയും അല്ലാഹു തആല എല്ലാ ആപത്തുകളിൽ നിന്നും മുസീബാത്തുകളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ കാത്തുരക്ഷിക്കുമാറാക്കട്ടെ. എല്ലാവരും അല്ലാഹു വഴികേടുകളിൽ രക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് കാണിക്കുന്ന വഴിയിലൂടെ ജീവിച്ചു മരിക്കണം തൗഫീഖ് എല്ലാവർക്കും നൽകട്ടെ. ആരോഗ്യത്തോടുകൂടി അവരുടെ സംരക്ഷണത്തിലുള്ള ദീർഘായുസ് നൽകി അവരുടെ തൃപ്തിയിൽ അല്ലാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾ മശായിഖന്മാരുടെയും ഉസ്താദുമാരുടെയും പദവികൾ അല്ലാഹു നാൾക്ക് നാം ഉയർത്തട്ടെ. നമ്മുടെ പാപങ്ങൾ അത് പുറത്തിരട്ടെ. നമ്മുടെ നാട്ടിൽ നിന്നും അല്ലാഹു ബലാകൾ ഉയർത്തട്ടെ. ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരന്മാർ, സഹോദരികൾ, അവരുടെ കുടുംബാദികൾക്ക് അല്ലാഹു ക്ഷേമവും ഐശ്വര്യവും സമാധാനവും നൽകുമാറാകട്ടെ. അവർക്ക് ബാക്കിയുള്ള ജീവിതം ഐശ്വര്യത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ജീവിക്കാൻ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല അവർക്ക്
അവന്റെ ഭാഗത്തുള്ള സഹായം കൊണ്ട് ഏർപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. ആ അള്ളാഹു തആലാവിന്റെ ഭാഗത്തുള്ള സഹായികൾ അവർക്ക് നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയുള്ള വിശ്വാസികൾ വിശ്വാസിനികൾ എല്ലാവർക്കും അള്ളാഹു കാമിലായ പാപമോചനം നൽകുകയും ശുഹദാക്കന്മാരുടെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ربنا اللهم اغفر لجميع المؤمنين والمؤمنات المسلمين والمسلمات الاحياء منهم والاموات. ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين بجاه سيدنا نبينا مصطفى محمد رسول الله صلى الله عليه وسلم وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.